ഹലോ, ഗുഡ് ഈവനിംഗ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. കാൽ നൂറ്റാണ്ട് BJP അധികാരത്തിന് പുറത്തു നിർത്തിയ ദില്ലി, തുടർച്ചയായി മൂന്നാമൂഴം ആം ആദ്മി പാർട്ടി കുതിക്കുന്ന ദില്ലി, തിരിച്ചുവരവിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആഗ്രഹിക്കുന്ന ദില്ലി. തിരഞ്ഞെടുപ്പ് ഇതാ പൂർത്തിയാവുന്നു. അവസാന നിമിഷങ്ങളിലേക്ക് ദില്ലിയിൽ വോട്ടെടുപ്പ് നടക്കുന്നു. 6:30 പോളിംഗ് പൂർത്തിയാകേണ്ടതാണ്. ചില ബൂത്തുകളിൽ മാത്രമാണ് ഇപ്പോൾ പോളിംഗ് നടക്കുന്നത്. 60% മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നുവെന്നാണ് പ്രാഥമികമായ വിവരം. എക്സിറ്റ് പോളുകൾ പലതും വന്നു കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് എക്സിറ്റ് പോളുകളിലേക്ക് കടക്കാം. പോൾ ഓഫ് പോൾസ്, ദില്ലി ദംഗൽ. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ദില്ലി തിരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുമ്പോൾ സമ്മിശ്രമായ പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന സർവേ ഫലങ്ങളിൽ ആദ്യ ഫലസൂചനകൾ, എക്സിറ്റ് പോൾ ഫലസൂചനകൾ ആം ആദ്മി പാർട്ടിക്ക് അനുകൂലമാണ്. ആം ആദ്മി പാർട്ടിക്ക് അതേസമയം BJP ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരിക്കും. നില BJP മെച്ചപ്പെടുത്തുമെന്നുള്ളതാണ് നിലവിൽ പുറത്തുവരുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്. കൃത്യമായ കണക്കുകളിലേക്ക് നമ്മൾ പോകുന്നു. വിധി എഴുതുക ഏകദേശം തീർന്നിരിക്കുകയാണ് ദില്ലി. 5 മണി വരെ 57% പോളിംഗ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ 1.5 മണിക്കൂറിനുള്ളിൽ വീണ്ടും ഒരുപക്ഷെ 10%, 8% വോട്ട് രേഖപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ കഴിഞ്ഞ തവണത്തെ പോളിംഗ് പെർസെൻറ്റേജിനെ മറികടക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ മാട്രിക്സ് ഏജൻസി നടത്തിയ സർവേയിൽ BJPക്ക് മുൻതൂക്കം എന്ന വാർത്തയാണ് ഈ ഘട്ടത്തിൽ എത്തുന്നത്. ആദ്യ ഫലസൂചന എത്തുന്നു. എക്സിറ്റ് പോൾ ഫലസൂചനകളിൽ ആദ്യം ഇപ്പോൾ വരുന്നത് മാട്രിക്സിന്റെ ഫലസൂചനയാണ്. 35 മുതൽ 40 വരെ സീറ്റുകൾ BJP നേടിയേക്കാമെന്നും 32 മുതൽ 37 വരെ സീറ്റുകൾ ആം ആദ്മി പാർട്ടിക്ക് ലഭിക്കുമെന്നുമാണ് കണക്കുകൾ പറയുന്നത്. കോൺഗ്രസിന് പരമാവധി 1 സീറ്റ് വരെ ലഭിക്കുമെന്ന് മാട്രിക്സ് സർവേ ഫലം പറയുന്നു. പ്രേക്ഷകർക്ക് റിപ്പോർട്ടറിന്റെ സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ മാട്രിക്സിന്റെ ഫലസൂചനയാണ് ആദ്യം എത്തുന്നത്. പി ആർ സുനിൽ നമുക്കൊപ്പം ചേരുന്നു. പി ആർ സുനിൽ, ആദ്യ എക്സിറ്റ് പോൾ ഫലങ്ങൾ സ്ക്രീനിൽ എത്തുമ്പോൾ BJPക്ക് ഒരു നേരിയ മുൻതൂക്കമുണ്ട്. തീപാറുന്ന പോരാട്ടമാണ്. ഒരുപക്ഷെ 2013 ഹർഷവർദ്ധൻ ആം ആദ്മി പാർട്ടി അരവിന്ദ് കെജ്രിവാളും ഏറ്റുമുട്ടുമ്പോൾ എന്തായിരുന്നോ ആ നിലയിലേക്കുള്ളൊരു സൂചനയാണോ? 12 വർഷത്തിനു ശേഷം അതേ നിലയിലേക്ക് ദില്ലിയിൽ തിരഞ്ഞെടുപ്പ് മാറുകയാണോ? 2013 ഹർഷവർദ്ധന് ലീഡ് കൊടുത്തതുപോലെ ഒരു നേരിയ ലീഡ് ഇത്തവണ BJPക്ക് കിട്ടുമെന്നാണോ കരുതേണ്ടത് മാട്രിക്സ് സർവേ പ്രകാരം? അരുൺ, തീർച്ചയായും BJP നില മെച്ചപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ ഈ സർവേകൾ പറയുന്നത്. ഇതുവരെ 2 സർവേകളാണ് പുറത്തു വന്നിരിക്കുന്നത്. മാട്രിക്സ് സർവേ പ്രകാരമാണ് 32 മുതൽ 37 സീറ്റ് വരെ ആം ആദ്മി പാർട്ടിക്കും BJPക്ക് 35 മുതൽ കേവല ഭൂരിപക്ഷത്തിനപ്പുറത്ത് 40 സീറ്റ് വരെ കിട്ടാം എന്ന് പ്രവചിക്കുന്നത്. കോൺഗ്രസിന് 1 സീറ്റ്. മറ്റൊരു സർവേ ഫലം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അത് പി മാർക്ക് സർവേ ആണ്. പി മാർക്ക് സർവേക്ക് BJPക്ക് കേവല ഭൂരിപക്ഷം കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ ദില്ലിയിൽ BJP അധികാരത്തിൽ വരും എന്ന് പി മാർക്ക് സർവേ പ്രവചിക്കുന്നു. 40 സീറ്റുകൾ BJPക്ക് ദില്ലിയിൽ കിട്ടും എന്നാണ് പി മാർക്ക് സർവേയുടെ പ്രവചനം. 70 എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ JVCയുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുമ്പോഴും BJPക്കാണ് മുൻതൂക്കം. 39 മുതൽ 45 സീറ്റുകൾ വരെ BJP നേടിയേക്കാം. പി മാർക്ക് BJP തന്നെയാണ് മുന്നിൽ. 39 മുതൽ 49 സീറ്റുകൾ വരെ BJP നേടിയേക്കാമെന്ന് പി മാർക്ക് സർവേ പറയുന്നു. പീപ്പിൾസ് പൾസ് BJP മുന്നിൽ തന്നെയാണ്. 51 മുതൽ 60 സീറ്റുകൾ വരെ നേടിയേക്കാമെന്ന് പീപ്പിൾസ് പൾസ് പറയുന്നു. നിലവിൽ എല്ലാ ഏജൻസികളും പ്രവചിച്ചിരിക്കുന്നത് BJPയുടെ മുൻതൂക്കമാണ്. അത് പീപ്പിൾസ് പൾസ് മാത്രമാണ് BJPക്ക് 50-ലധികം സീറ്റുകൾ നേടാൻ കഴിയും എന്ന് എക്സിറ്റ് പോൾ ഫലം പ്രവചിച്ചിരിക്കുന്നത്. പി മാർക്ക് പ്രകാരം BJPക്ക് 39 മുതൽ 49 വരെ സീറ്റുകൾ നേടാം. ആം ആദ്മി പാർട്ടി 21 മുതൽ 31 വരെ സീറ്റുകളിലേക്ക് ഒതുങ്ങും. കഴിഞ്ഞ തവണ 62 സീറ്റുകൾ കിട്ടിയ ആം ആദ്മി പാർട്ടി ഇക്കുറി നേരെ പകുതിയാകുമെന്നാണ് പി മാർക്ക് സർവേ പറയുന്നത്. പീപ്പിൾ പൾസ് പറയുന്നത് അതിലും ദയനീയമായിരിക്കുമെന്നാണ്. 10 മുതൽ 19 വരെ 2 സർവേകളിലും കോൺഗ്രസ് സംപൂജ്യമാവും. കോൺഗ്രസിന് സീറ്റുകൾ ഓപ്പൺ ചെയ്യാൻ കഴിയില്ല. ടൈംസ് നൗവിന്റെ കണക്ക് കൂടി ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. ടൈംസ് നൗവിൽ BJP തന്നെയാണ് മുന്നിൽ. 37 മുതൽ 43 വരെ സീറ്റുകൾ BJP നേടിയേക്കാം. ഇതുവരെ പുറത്തു വരുന്ന 5 എക്സിറ്റ് പോൾ ഫലങ്ങളിലും BJP തന്നെയാണ് മുന്നിൽ എന്നുള്ളതാണ്. കേവല ഭൂരിപക്ഷം BJPക്ക് ലഭിക്കുമെന്നുള്ളതാണ് ഇതുവരെ വരുന്ന 5 എക്സിറ്റ് പോൾ ഫലങ്ങളും പറയുന്നത്. ടൈംസ് നൗവിൽ മുന്നിൽ BJP, JVCയിൽ മുന്നിൽ BJP, പി മാർക്യുവിൽ BJP മുന്നിൽ, പീപ്പിൾസ് പൾസിൽ BJP മുന്നിൽ, ഒപ്പം മാട്രിക്സിലും BJP മുന്നിൽ. ഇതിൽ ഏറ്റവും ഒടുവിൽ വരുന്ന കണക്ക് പ്രകാരം ടൈംസ് നൗവിൽ 37 മുതൽ 43 വരെ സീറ്റുകൾ BJP നേടിയേക്കാം. ആം ആദ്മി പാർട്ടിക്ക് 27 മുതൽ 34 വരെ സീറ്റുകൾ ലഭിച്ചേക്കാം. കോൺഗ്രസിന് പരമാവധി 2 സീറ്റുകളാണ് ലഭിക്കുക. മറ്റുള്ളവർക്ക് 1 സീറ്റ് എന്നതാണ് കണക്ക്. നിലവിൽ 5 ഏജൻസികളുടെ ഫലസൂചന വരുമ്പോൾ പി ആർ സുനിൽ 5 ഏജൻസികളും BJPക്ക് നേരിയ മുൻതൂക്കമാണ് പ്രവചിക്കുന്നത്. ഇതിൽ കേവല ഭൂരിപക്ഷം BJPക്ക് കിട്ടുമെന്ന് തന്നെയാണ് 5 എക്സിറ്റ് പോൾ ഫലങ്ങളും പറയുന്നത്, അല്ലേ പി ആർ സുനിൽ?
തീർച്ചയായും ഇതുവരെ വന്നിട്ടുള്ള എക്സിറ്റ് പോൾ സർവേകളൊക്കെ തന്നെ വിലയിരുത്തുകയാണെങ്കിൽ ദില്ലി BJP പിടിക്കുന്നു എന്ന് തന്നെ പറയാം. അങ്ങനെ ദില്ലിയിൽ ഒരുപക്ഷെ BJP ചരിത്രം കുറിക്കും എന്ന് തന്നെയാണ് ഈ എക്സിറ്റ് പോൾ പ്രവചനങ്ങളൊക്കെ തന്നെ പറയുന്നത്. ദില്ലിയിൽ ആദ്യത്തെ സർക്കാർ മാത്രമാണ് BJP ഭരിച്ചിട്ടുള്ളത് 1993 മുതൽ 98 വരെയുള്ള കാലം. പിന്നീട് ഒരിക്കലും BJPക്ക് ദില്ലിയിൽ അധികാരത്തിലെത്താൻ സാധിച്ചിട്ടില്ല. കഴിഞ്ഞ 26-27 വർഷത്തിൽ ദില്ലിയുടെ ഭരണ കേന്ദ്രങ്ങളിലേക്ക് BJPക്ക് കടന്നു കയറാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും ഇപ്പോൾ ആം ആദ്മി പാർട്ടി സർക്കാരിനെ പിടിച്ച് താഴെയിട്ട് BJP അധികാരത്തിൽ വരും എന്ന് ഇതുവരെ പുറത്തു വന്ന എല്ലാ എക്സിറ്റ് പോൾ സർവേകളും ഒരുപോലെ പ്രവചിക്കുകയാണ്. ഏതായാലും ഈ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ ശരിയാവുകയാണെങ്കിൽ 8-ാം തീയതി ഇതേ രീതിയിലാണ് ഫലം വരുന്നത് എങ്കിൽ തീർച്ചയായും ദില്ലിയിൽ മധ്യവർഗത്തിൻ്റെയും ദളിത് വിഭാഗത്തിൻ്റെയും ഒക്കെ തന്നെ വോട്ടുകൾ ആം ആദ്മി പാർട്ടിക്കെതിരെ പിളർന്നു എന്ന് തന്നെ പറയാം. ഏതായാലും ദില്ലിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വോട്ട് ബാങ്കാണ് മധ്യവർഗത്തിൻ്റേത്. ആം ആദ്മി പത്തിടത്തെങ്കിലും വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം നടക്കും, അതിനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു സംശയം കേജ്രിവാൾ ഉന്നയിച്ചിരുന്നു. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിരുന്നു. അതുകൂടാതെ ഇന്നലെ വരെ വസ്ത്രങ്ങൾ നിറച്ച ബാഗുമായി എത്തിയ BJP പ്രവർത്തകർ രജീന്ദ്ര നഗറിൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണം, ഇന്നിപ്പോൾ സിസോദിയുടെ ആരോപണം, പണം വിതരണം ചെയ്യുന്നു എന്നുള്ള ആരോപണം, ഇതൊക്കെ തന്നെയും വരുന്നത് ഒരു പ്രത്യേക രൂപത്തിലാണ്. അതൊരു ആത്മവിശ്വാസക്കുറവായി കാണേണ്ടതുണ്ടോ? അങ്ങനെ അട്ടിമറി ശ്രമം നടന്നതിൻ്റെ എന്തെങ്കിലും തെളിവുകൾ അല്ലെങ്കിൽ അത്തരം പോലീസിന് തന്നെ ബോധ്യമായ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എന്തായാലും ഇക്കാര്യത്തിൽ പരാതികൾ ഒരുപാട് നൽകിയിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയതിന് ശേഷം നമുക്കറിയാം ഒട്ടനവധി പരാതികൾ, നൂറുകണക്കിന് പരാതികളാണ് ദില്ലി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉയർന്നു വന്നത്. ആം ആദ്മി പാർട്ടി പ്രത്യേകിച്ച് നിരവധി പരാതികൾ ഈ വിഷയത്തിലൊക്കെ തന്നെ നൽകിയിരുന്നു. ഏതായാലും ആം ആദ്മി പാർട്ടിയുടെ ഒരു ആത്മവിശ്വാസക്കുറവ് തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അരവിന്ദ് കെജ്രിവാൾ നേരത്തെ നമുക്കറിയാം ന്യൂദില്ലി മണ്ഡലത്തിൽ മത്സരിക്കുന്ന അരവിന്ദ് കെജ്രിവാൾ അവിടുത്തെ എതിർ സ്ഥാനാർത്ഥിയായ BJPയുടെ പർവേസ് വർമ്മയ്ക്കെതിരെയാണ് ആദ്യ പരാതിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുന്നത്. പർവേസ് വർമ്മ സ്വർണവും പണവും വോട്ടർമാർക്ക് നൽകുന്നു എന്നായിരുന്നു ആദ്യത്തെ പരാതി. അങ്ങനെ പരാതികളുടെ ഒരു കൂട്ടമായിരുന്നു, ഒരു വരിയായിരുന്നു ആം ആദ്മി പാർട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപാകെ കൊണ്ടുവന്നത്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ വലിയൊരു ആരോപണം ആം ആദ്മി പാർട്ടി ഉയർത്തുകയാണ്. ഇതേപോലെയാണ് ഒരുപക്ഷെ ദില്ലിയിൽ കണക്കുകൾ വീണ്ടും സർവേ ഫലങ്ങൾ ഇപ്പോൾ 5 സർവേ ഫലങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ടൈംസ് നൗവും 37 മുതൽ 43 വരെ സീറ്റുകൾ BJPക്ക് ലഭിക്കുമെന്ന് പറയുന്നു. ആം ആദ്മി പാർട്ടിക്ക് 27 മുതൽ 34 വരെ സീറ്റുകൾ ലഭിച്ചേക്കാം. കോൺഗ്രസിന് പരമാവധി 2 സീറ്റുകൾ വരെ. അതായത് എല്ലാ സർവേ ഫലങ്ങളിലും കോൺഗ്രസ് ഏറി വന്നാൽ 1 അതല്ലെങ്കിൽ 2 എന്ന നിലയിൽ. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 5 സർവേ ഫലങ്ങളും സുജയ, ഉണ്ണി ബാലകൃഷ്ണൻ, നോക്കൂ സ്മൃതി, എല്ലാം സൂചിപ്പിക്കുന്നത് BJPക്ക് കേവല ഭൂരിപക്ഷം കിട്ടുമെന്നുള്ളതാണ് പുറത്തു വന്നിരിക്കുന്ന 5 സർവേ ഫലങ്ങൾ. സർവേ ഒരു വലിയ കണക്കാണ് പറയുന്നത്. BJPക്ക് 51 ഒരേ ഒരു സർവേ, BJPക്ക് 51 മുതൽ 60 വരെ, 10 മുതൽ 19 വരെ, അതിൽ കോൺഗ്രസിന് ഇല്ല. 50-ലധികം സീറ്റുകൾ നേടാൻ BJPക്ക് കഴിയുമെന്ന് ഒരേ ഒരു സർവേ മാത്രമേ പറയുന്നുള്ളൂ. അത് പീപ്പിൾ പൾസ് ആണ്. പക്ഷേ എങ്കിലും കേവല ഭൂരിപക്ഷത്തിലേക്ക് പോകും. 70 സീറ്റുകളാണ് ഉള്ളത് ഡൽഹിയിൽ. ആ 70 സീറ്റിൽ 36 സീറ്റുകൾ ആരാണോ നേടുന്നത്, ആ 36 സീറ്റുകൾ നേടുന്ന പാർട്ടിയായിരിക്കും അധികാരത്തിലെത്തുക. എല്ലാ സർവേകളും ടൈംസ് നൗ 37 മുതൽ 43 വരെയാണ് BJPക്ക് പ്രവചിക്കുന്നത്. അതെ, നമ്മൾ ഇതിന്റെ ഒരു എക്സിറ്റ് പോൾസിന്റെ ഒരു ആവറേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആവറേജിൽ പോലും ഒരു സാധ്യതയും ആം ആദ്മി പാർട്ടി അധികാരം റീറ്റെയിൻ ചെയ്യാനുള്ള ഒരു സാധ്യതയും ഒരു എക്സിറ്റ് പോളും നൽകുന്നില്ല. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത് 2015-ലും 2020-ലും എക്സിറ്റ് പോളിൽ നിന്ന് എക്സാറ്റ് പോളിലേക്ക് വരുമ്പോൾ അതിൽ ആം ആദ്മി പാർട്ടിക്ക് വിജയം സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന ഒരു ചരിത്രം അവിടെ നിൽക്കുന്നുണ്ട്. അത് അരവിന്ദ് കെജ്രിവാളിനും കൂട്ടർക്കും അല്പം ആശ്വാസം പകരുന്നുണ്ടെങ്കിലും ഇത്തവണ എക്സിറ്റ് പോൾ എക്സാറ്റ് പോളായി മാറാനുള്ള സാധ്യതയുണ്ടോ എന്ന ചോദ്യം ഉയർത്തുന്നത് അഴിമതി ആരോപണങ്ങളിൽപ്പെട്ട പ്രതിച്ഛായ നഷ്ടം നേരിട്ടുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങിയ വർഷമാണ് 2025 എന്നതാണ്. ഡോക്ടർ അരുൺ, 2015-ൽ ആം ആദ്മി പാർട്ടിക്ക് കൃത്യമായ ഒരു എഡ്ജ് ഉണ്ടായിരുന്നു. എക്സിറ്റ് പോളിൽ അവർക്ക് ഒരു എഡ്ജ് കിട്ടുന്നില്ലെങ്കിലും എക്സാക്ട് പോളിൽ അതിൽ നിന്ന് വലിയ മാർജിനാണ് അവർക്ക്. ഡിഫറൻസ് എന്ന് പറയുന്നത് 22 സീറ്റുകളാണ്. ആവറേജ് ഓഫ് പോൾസിൽ 45 സീറ്റ് പ്രൊഡിക്ട് ചെയ്യുമ്പോൾ അവിടെ ആം ആദ്മി സ്വന്തമാക്കുന്നത് 67, അതായത് -22. അതുപോലെ തന്നെ 2020-ലേക്ക് വന്നാൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 8 ആണ്. ആവറേജ് ഓഫ് പോൾസിൽ 54 സീറ്റ് വരെ കിട്ടുമെന്ന് എക്സിറ്റ് പോൾ പറയുമ്പോൾ കിട്ടിയത് 62 സീറ്റാണ്. ഇവിടെ എക്സിറ്റ് പോൾ വേഴ്സസ് എക്സാക്ട് പോൾ എന്താകുമെന്നുള്ള കൗതുകകരമായ കാര്യം.
നോക്കൂ, 6 സർവേ ഫലങ്ങൾ പുറത്തു വരുന്നു. ഒരിക്കൽ കൂടി പ്രേക്ഷകരിലേക്ക് 6 എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ BJP നിർണായകമായ ദില്ലി തിരഞ്ഞെടുപ്പിൽ ലീഡ് നേടുന്നു എന്നുള്ളതാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിക്കുന്നത്. കേവല ഭൂരിപക്ഷം നേടുമെന്ന് 6 സർവേ ഫലങ്ങളും പറയുന്നു. മാട്രിക്സിന്റെ സർവേ പ്രകാരം BJP 39 മുതൽ 45 വരെ സീറ്റുകൾ നേടിയേക്കാം. ആം ആദ്മി പാർട്ടി 22 മുതൽ 31 വരെ സീറ്റുകളിലേക്ക് ഒതുങ്ങും. കോൺഗ്രസിന് പരമാവധി 1 സീറ്റ് ലഭിക്കും. JVC സർവേ എക്സിറ്റ് പോൾ പ്രകാരം 32 മുതൽ 37 വരെ സീറ്റുകൾ മാത്രമേ ആം ആദ്മി പാർട്ടിക്ക് ലഭിക്കൂ. BJP 35 മുതൽ 40 സീറ്റുകൾ വരെ നേടിയേക്കാം. കോൺഗ്രസ് അവിടെയും പരമാവധി 1 സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും. പീപ്പിൾസിലെ കണക്കും വരുന്നുണ്ട്. പീപ്പിൾസിലെ കണക്ക് പ്രകാരവും അതുതന്നെയാണ്. ആം ആദ്മി പാർട്ടി 10 മുതൽ 19 സീറ്റുകളിലേക്ക്, അതായത് ആം ആദ്മി പാർട്ടിയുടെ ചരിത്രത്തിലെ ഏറ്റവും മോശം നിലയായിരിക്കും 2025 തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ എന്നാണ് പീപ്പിൾസ് പൾസ് പറയുന്നത്. 2013 ആം ആദ്മി പാർട്ടി രൂപീകരിച്ച ആദ്യ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് മുതൽ ഇന്നേ വരെയുള്ള ചരിത്രത്തിലെ ഏറ്റവും ദയനീയമായ പരാജയമായിരിക്കുമെന്ന് പീപ്പിൾ പൾസ് പറയുന്നു. ആം ആദ്മി പാർട്ടി 19 സീറ്റുകളിൽ പരമാവധി ഒതുങ്ങിയേക്കാം. BJPക്ക് 51 മുതൽ 60 സീറ്റുകൾ വരെ ലഭിച്ചേക്കാം. അങ്ങനെയെങ്കിൽ 67% വരുന്ന മധ്യവർഗത്തിന്റെ പിന്തുണ ബജറ്റിലെ പ്രഖ്യാപനം അത് BJPക്ക് സഹായിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മധ്യവർഗത്തിന്റെ വോട്ടുകൾ, അതായത് ദില്ലിയിലെ വോട്ടർമാരിൽ 1.56 കോടി വോട്ടർമാരിൽ ബഹുഭൂരിപക്ഷവും കഴിഞ്ഞ തവണത്തേക്കാൾ BJPയുടെ പ്രചരണത്തിൽ വിശ്വസിച്ചു എന്ന് വേണം എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിയാവുകയാണെങ്കിൽ മനസ്സിലാക്കാൻ. ഉണ്ണി ബാലകൃഷ്ണൻ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേവല ഭൂരിപക്ഷം BJPക്ക് കിട്ടുമെന്ന് 6 സർവേ ഫലങ്ങളും പറയുന്നു. അതിൽ ഒരു സർവേ മാത്രമാണ് 51ലേക്ക് പോകുമെന്ന് പറയുന്നത്. 51 സീറ്റ് മുതൽ 60 സീറ്റുകൾ വരെ ലഭിച്ചേക്കാം. ഒരു നേരിയ എഡ്ജ് BJPക്കുണ്ട് എന്ന് തന്നെയല്ലേ എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നു. നിശ്ചയമായും. കാരണം വെച്ചാൽ ഒരൊറ്റ എക്സിറ്റ് പോൾ പോലും പിന്നെ ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വരുമെന്ന് പ്രവചിക്കുന്നത് തന്നെയില്ല. BJPക്ക് തന്നെയാണ് മുൻകൈ എന്നാണ് പ്രവചിച്ചിരിക്കുന്നത്. നോക്കൂ, അങ്ങനെയാണെങ്കിൽ BJP അവിടെ അത്ഭുതം സൃഷ്ടിക്കുന്നു എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം 2020 തെരഞ്ഞെടുപ്പിൽ അവർക്ക് 62 സീറ്റുകളാണുള്ളത്. ക്ഷമിക്കണം, ആം ആദ്മി പാർട്ടിക്ക് 62 സീറ്റുകളാണുള്ളത്. കേവലം 8 സീറ്റുകൾ മാത്രമാണ് BJPക്ക് അവിടെ ഉണ്ടായിരുന്നത്. ആ 8 സീറ്റിൽ നിന്ന് 36 സീറ്റിലേക്കുള്ള വളർച്ച എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 30 സീറ്റ് അധികമായിട്ട് വാങ്ങിക്കുന്നു എന്നുള്ള, 28 സീറ്റ് അധികമായിട്ട് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അത് മാത്രമല്ല, നമ്മളുടെ പെർസെൻറ്റേജ് ഡിഫറൻസ് നോക്കിയേ, കഴിഞ്ഞ പ്രാവശ്യം 15% വോട്ടിൻ്റെ ഡിഫറൻസാണ് BJPയും പിന്നെ ആം ആദ്മി പാർട്ടി ആയിട്ടുള്ളത്. 15% വോട്ട് മാറ്റി കൊണ്ടുവരിക എന്ന് പറയുന്നത് അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. ഞാൻ വിചാരിക്കുന്നത് കഴിഞ്ഞൊരു 4-5 ദിവസത്തെ പ്രചാരണങ്ങൾക്ക് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഡൽഹി തെരഞ്ഞെടുപ്പിൽ എന്ന് തന്നെയാണ്. പ്രധാനമായിട്ടും ഈ പറയുന്ന ബജറ്റിലെ 12 ലക്ഷം നികുതി ഇളവെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതടക്കമുള്ള കാര്യങ്ങൾ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് 2015-ലും 2020-ലും ആം ആദ്മി പാർട്ടിക്ക് ഡൽഹിയിൽ ഉണ്ടായിരുന്ന അഡ്വാൻറ്റേജ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നിട്ടേ ഇല്ല എന്ന് മാത്രവുമല്ല, അരവിന്ദ് കെജ്രിവാളിന്റെ പോപ്പുലാരിറ്റി കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു പ്രശ്നം കൂടി ഈ കാര്യത്തിനകത്തുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒട്ടും തന്നെ അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യമല്ല, മറിച്ച് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഡൽഹിയിൽ നടക്കുന്നത് എന്ന് തന്നെയാണ് തുടക്കം മുതൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, എല്ലാ മാധ്യമ നിരീക്ഷകരും പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അപ്പോഴും അഡ്വാൻറ്റേജ് ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. അതായത് ഉണ്ണി ബാലകൃഷ്ണൻ നോക്കൂ, ആദ്യഘട്ടത്തിൽ കറപ്ഷൻ ഒരു പ്രധാനപ്പെട്ട വിഷയമായി BJP ഉയർത്തുമ്പോൾ അപ്പോഴും ഗ്രൗണ്ടിൽ ആം ആദ്മി പാർട്ടിക്ക് ഒരു സാധ്യതയുണ്ടായിരുന്നു. എന്നാൽ കറപ്ഷനിൽ നിന്ന് മാറി ഗവേണൻസ് വിഷയത്തിലേക്ക്, ഭരണ വിഷയങ്ങളിലേക്ക്, സിവിക് ഇഷ്യൂസിലേക്ക്, യമുനയിലെ പൊല്യൂഷനിലേക്ക് BJP ശ്രദ്ധ കേന്ദ്രീകരിച്ചതോടുകൂടി ആം ആദ്മിക്ക് പതറുന്ന സാഹചര്യമുണ്ടായി. നേരത്തെ ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ, ഹരിയാനയിലെ ഒരു ചങ്ക് വോട്ടർമാർ ഡൽഹിയിലുണ്ട്. ഹരിയാനയ്ക്കെതിരെ ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ നടത്തിയ പ്രസ്താവന തിരിച്ചടിയായി എന്ന് വേണം ഈ ഘട്ടത്തിൽ കരുതാൻ. വീണ്ടും 2 ഏജൻസികളുടെ ഫലങ്ങൾ കൂടി വരുന്നു. മൊത്തം 8 ഏജൻസികളുടെ സർവേ ഫലങ്ങളാണ് ഇപ്പോൾ എത്തുന്നത്. പോൾ ഡയറി BJP 42 മുതൽ 50 സീറ്റുകൾ വരെ നേടിയേക്കാമെന്ന് പ്രവചിക്കുന്നു. ആം ആദ്മി പാർട്ടി 18 മുതൽ 25 സീറ്റുകളിലേക്ക് ഒതുങ്ങും. പോൾ ഡയറിയിലും BJP തന്നെയാണ്. 50 സീറ്റുകൾ വരെ BJPക്ക് ലഭിച്ചേക്കാം എന്നാണ് സർവേ ഫലങ്ങൾ പറയുന്നത്. അതായത് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന 8 എക്സിറ്റ് പോൾ ഫലങ്ങളിലും ഒരെണ്ണത്തിൽ പോലും ആം ആദ്മി പാർട്ടി അധികാരത്തിലെത്തുമെന്ന സൂചന നൽകുന്നില്ല. BJPക്ക് കേവല ഭൂരിപക്ഷം. അതേസമയം കോൺഗ്രസിന് സീറ്റ് കിട്ടാം. കഴിഞ്ഞ തവണ സീറോയിൽ നിന്ന് സീറ്റ് കിട്ടാം. പക്ഷേ അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് ആണ് സ്പോയിലർ കേട്ടോ. സംശയവും വേണ്ട, കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ സ്പോയിലർ ആയിരിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം വെച്ചാൽ കോൺഗ്രസിന്റെ ക്യാമ്പയിൻ വളരെ അഗ്രസീവ് ആയിട്ടുള്ള ക്യാമ്പയിനാണ്. കോൺഗ്രസ് ആണ് യഥാർത്ഥത്തിൽ ആം ആദ്മി പാർട്ടിക്കും കെജ്രിവാളിനും എതിരായിട്ട് ഏറ്റവും വലിയ പ്രചാരണങ്ങൾ നടത്തിയിട്ടുള്ളത്. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അത് കോൺഗ്രസിന്റെ രാഷ്ട്രീയമാണ്. ആം ആദ്മി പാർട്ടിയെ ഡൽഹിയിൽ തകർക്കാതെ കോൺഗ്രസിന് അവിടെ വിജയിച്ചു വരാനോ അവിടെ ഒരു പുനരുജ്ജീവനം സാധ്യമാകും. കോൺഗ്രസിന്റെ വോട്ടാണ് ആപ്പ് കൊണ്ടുപോയിരിക്കുന്നത്. അതുകൊണ്ടാണ് മല്ലികാർജ്ജുൻ ഖർഗെ ഉണ്ടാക്കിയില്ലെങ്കിലും സീറ്റിന്റെ കാര്യത്തിൽ നേട്ടമുണ്ടാക്കിയില്ലെങ്കിലും പെർസെന്റേജ് വൈസ് നേട്ടമുണ്ടാക്കി. കഴിഞ്ഞ തവണ എത്ര പെർസെന്റേജ് ആണ്? 4%. അതിന് തൊട്ട് മുമ്പ് എത്രയാണ്? 10%. 10%. 2015. അതിന് തൊട്ട് മുമ്പ് എത്രയാണ്? അവസാനം, അതായത് ഷീലാ ദീക്ഷിത് മാറി വരുന്ന സമയത്ത് 2013 25%. അതായത് കോൺഗ്രസ് മെൽറ്റിംഗ് ഡൗൺ നമ്മൾ പറയത്തില്ലേ, 10% പിന്നെ 4%. ഇപ്രാവശ്യം അവരുടെ വോട്ട് പെർസെന്റേജ് ഉയർത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ പ്രശ്നം എന്താ? ആ വോട്ട് പെർസെന്റേജ് ഉയരുമ്പോൾ അത് ആം ആദ്മി പാർട്ടിക്കാണ് പിന്നെ
തകർച്ചയുണ്ട്. ബിജെപിക്ക് ഗുണമാവും. ബിജെപിക്ക് അത് നിശ്ചയമായും ഗുണമാവും. കാരണം വെച്ചാൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഷീലാ ദീക്ഷിതിന്റെ മകനാണ് സന്ദീപ് ദീക്ഷിത്. അതേപോലെ തന്നെ സാഹിബ് സിംഗ് വർമ്മയുടെ മകനാണ് പർവേസ് വർമ്മ. ന്യൂഡൽഹി മണ്ഡലത്തിൽ മത്സരിക്കുന്നു അരവിന്ദ് കെജ്രിവാളിനെതിരായിട്ട്. അരവിന്ദ് കെജ്രിവാളിനെതിരായിട്ടൊരു വികാരം ന്യൂഡൽഹി വോട്ടർക്കുണ്ടെങ്കിൽ അയാളുടെ ചോയ്സ് ആരാണ്? അത് സന്ദീപ് ദീക്ഷിത് അല്ല, മറിച്ച് പർവേസ് വർമ്മയാണ്. സ്വാഭാവികമായിട്ടും ഒരു നിഷ്പക്ഷ വോട്ടർ ബിജെപി വോട്ട് ചെയ്യുന്നു എന്നൊരു സാഹചര്യം ഇവിടെ ഉണ്ടാകുന്നു എന്നതാണ്. വളരെ കനത്ത ഫൈറ്റാണ് ആ മണ്ഡലത്തിൽ. അതുപോലെ തന്നെയാണ് കൽക്കാജി കേട്ടോ. കൽക്കാജി വലിയ അതിശയുടെ മണ്ഡലമാണ്. അവിടെ മത്സരിക്കുന്ന ആരാണ്? രമേശ് ബിദൂരിയാണ്. അതെ, അപ്പൊ അൽക്കാലാമ്പ മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ ചെറിയ പോരാട്ടമാണോ? അതിഷിയെ പോലൊരു കാൻഡിഡേറ്റിനെതിരായിട്ട് അൽക്കാലാമ്പയെ പോലെ വളരെ സ്ട്രോങ് ആയ ഒരു കാൻഡിഡേറ്റിനെയാണ് കോൺഗ്രസ് പിച്ച് ചെയ്തിരിക്കുന്നത് പറയുമ്പോൾ നാച്ചുറലി അത് അതിഷിക്കാണ് അപകടം. ഇന്ന് മല്ലികാർജ്ജുൻ ഖർഗെ ബിജെപിക്കെതിരെ വോട്ട് ചെയ്തതിനു ശേഷം ഒരു വാചകം പോലും പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞത് റിജക്ട് ദോസ് ഹു ചീറ്റഡ് യു ബൈ മേക്കിംഗ് ഫോൾസ് പ്രോമിസസ്. ആ ഫോൾസ് പ്രോമിസസ് നടത്തിയിരിക്കുന്നത് അരവിന്ദ് കെജ്രിവാൾ ആണെന്ന് ക്യാമ്പയിനിൽ ഉടനീളം പറയുകയായിരുന്നു. അല്ല, അതിനകത്ത് സുജയ ഒരു പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ കോൺഗ്രസ് ഒരു തിരിച്ചറിവിലേക്ക് എത്തിയിട്ടുണ്ട്. അവരുടെ രാഷ്ട്രീയം ഇനി ഡൽഹിയിലാണെങ്കിലും പഞ്ചാബിലാണെങ്കിലും ശക്തിപ്പെടണമെങ്കിൽ അവർക്ക് തകർക്കേണ്ട പാർട്ടി ഏതാണെന്ന് അറിയാവോ? ആം ആദ്മി പാർട്ടിയാണ്. ആം ആദ്മി പാർട്ടി ഇപ്രാവശ്യം തകർന്നോട്ടെ, ബിജെപി അധികാരത്തിൽ വന്നാലും കുഴപ്പമില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ കോൺഗ്രസിനെ ഇല്ലാതാക്കിയത് ആം ആദ്മി പാർട്ടിയാണ്. തിരിച്ചുവരവിന് അതേ ആം ആദ്മി പാർട്ടിയെ നശിപ്പിക്കാതെ കോൺഗ്രസിന് ഒരു തിരിച്ചുവരവ് സാധ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ നിലവിൽ വന്നിരിക്കുന്ന 8 എക്സിറ്റ് പോൾ ഫലങ്ങളും കൃത്യമായി ബിജെപിക്ക് മുൻതൂക്കം പ്രവചിക്കുമ്പോൾ കാര്യത്തിൽ കോൺഗ്രസിന് നേട്ടമില്ലെങ്കിലും പെർസെന്റേജ് വൈസ് ശതമാനക്കണക്കിൽ കോൺഗ്രസ് നേട്ടമുണ്ടാക്കുന്നു എന്ന് വേണം. മാത്രമല്ല ഇന്ത്യ മുന്നണി സമവാക്യങ്ങളെല്ലാം തകരുമെന്നുള്ളതാണ്. കാരണം ഇന്ത്യ മറ്റു കക്ഷികളൊക്കെ തന്നെ പിന്തുണയ്ക്കുന്നുണ്ട്. അല്ല, അതിനകത്തൊരു രാഷ്ട്രീയമുണ്ട് സ്മൃതി. കാരണം വെച്ചാൽ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് ഒരു ദേശീയ മുന്നണിയാണ്. അത് ദേശീയ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഫോം ചെയ്തിട്ടുള്ള മുന്നണിയാണ്. ഇനി ആ മുന്നണിയുടെ പ്രസക്തി എന്ന് പറയുന്നത് 2029 നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലാണ്. അല്ലെങ്കിൽ വൺ നേഷൻ വൺ ഇലക്ഷൻ. എന്തായാലും അങ്ങനെയാണെങ്കിൽ തന്നെ 2029 തെരഞ്ഞെടുപ്പ് നടക്കുക. ആ സമയത്ത് മാത്രമാണ് അതിന് പ്രസക്തി. ബാക്കിയുള്ള എല്ലാ സമയത്തും അവരവരുടെ ശക്തി തെളിയിക്കാനും അവരെ പുനരുജ്ജീവിപ്പിക്കാനും ശ്രമിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഇന്ത്യ മുന്നണിയാണ്. പിന്നെ അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബംഗാളിൽ ഇന്ത്യ മുന്നണിയുണ്ടോ? അല്ലെങ്കിൽ അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന കേരളത്തിൽ ഇന്ത്യ മുന്നണിയുണ്ടോ? ഇല്ല. ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് പ്രാദേശിക തലത്തിൽ സാധ്യമല്ല. ഇനിയിപ്പോൾ ഈ പറയുന്ന ഡൽഹിയിൽ ബിജെപി അധികാരത്തിൽ വന്നാൽ അതിന്റെ യഥാർത്ഥത്തിലുള്ള ഗുണഭോക്താക്കളാകാൻ പോകുന്നത് കോൺഗ്രസ് ആണ്. കാരണം വെച്ചാൽ കോൺഗ്രസ് ഇനിയിപ്പോൾ അവിടുത്തെ ഒരു മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായിട്ട് വളർന്നു വരുന്ന കാര്യത്തിൽ അവർക്കൊരു സംശയമില്ല. കാരണം ആം ആദ്മി പാർട്ടിക്ക് ഡൽഹി നഷ്ടപ്പെട്ടാൽ പിന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ആം ആദ്മി പാർട്ടി എത്രത്തോളം നിലനിൽക്കും, അവരെത്രത്തോളം പ്രസക്തമാണെന്നുള്ള ചോദ്യമുണ്ട്. അതുകൊണ്ട് ആം ആദ്മി പാർട്ടിയെ തകർക്കുക എന്നുള്ളതാണ്. മാത്രമല്ല കോൺഗ്രസിന്റെ AICC തലത്തിൽ നടക്കുന്ന ചർച്ചകളിലൊക്കെ അതായത് ആം ആദ്മി പാർട്ടി ഒരു വൺ ടൈം വണ്ടറായി അവസാനിപ്പിച്ചില്ലെങ്കിൽ അത് തങ്ങളെ തന്നെ ഇല്ലാതാക്കുന്ന കില്ലർ ഫോഴ്സ് ആകുമെന്നാണ് അവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി മുഖമില്ലാതെയാണ് മറ്റു 2 പാർട്ടികളും കേജ്രിവാൾ എന്ന മുഖമില്ലാതാക്കാൻ അപ്പുറത്ത് മുഖത്തെ വെച്ചിട്ടില്ല. ആം ആദ്മി പാർട്ടിയുടെ ശക്തി ആ മുഖം തന്നെയായിരുന്നു. ആ മുഖം മാത്രമായിരുന്നു ആം ആദ്മി പാർട്ടിക്ക് ശക്തിയായിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ മുഖത്തിൽ ശീഷ മഹൽ അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് തന്നെ ബിജെപി ആദ്യ നിമിഷം മുതൽ തന്നെ കരിനിഴൽ വീഴ്ത്താനുള്ള ശ്രമം നടത്തി. പക്ഷേ കറപ്ഷനേക്കാൾ അവിടുത്തെ ജനങ്ങൾ വിശ്വസിച്ചിരുന്നത് യമുനയടക്കമുള്ള വിഷയങ്ങളിൽ അരവിന്ദ് കെജ്രിവാളിന്റെ വാഗ്ദാനം പാഴായില്ലേ എന്ന് പറയുന്നത് ബിജെപി മാത്രമല്ല, രാഹുൽ ഗാന്ധി കൂടിയാണ്. ഒന്നും പ്രധാനപ്പെട്ട വിഷയമായിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നത് ഭരണമാണ് വിഷയം. ആ ഭരണത്തിൽ രാഹുൽ ഗാന്ധിയുടെ ആരോപണം അവിടുത്തെ വോട്ടർമാർ വിലക്കെടുത്തു എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരു ഭാഗത്ത് ബിജെപിയും മറുഭാഗത്ത് രാഹുൽ ഗാന്ധിയുമാണ് അരവിന്ദ് കെജ്രിവാളിനെയും ആം ആദ്മി പാർട്ടിയുടെ ഭരണത്തെ ആക്രമിക്കുന്നത്. ഈ വളരെ പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ എപ്പോഴും ആം ആദ്മി പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് ഡൽഹിയിൽ സഹായിച്ചിട്ടുള്ളത് ഈ പിന്നാക്ക വിഭാഗങ്ങളാണ്. പ്രത്യേകിച്ച് OBC, ദളിത് വിഭാഗങ്ങൾ, അതുപോലെ തന്നെ ലോ ഇൻകം ഗ്രൂപ്പ്. ഈ 3 വിഭാഗങ്ങളാണ് യഥാർത്ഥത്തിൽ ഇവരുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത്. അതേസമയം അതുപോലെ തന്നെ ഒരു 4% വരുന്ന സിഖുകാരും ഈ ആം ആദ്മി പാർട്ടിക്കൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം മുസ്ലിങ്ങളും ആം ആദ്മി പാർട്ടിക്കൊപ്പമാണ് നിന്നിരുന്നത്. എന്നാൽ ഇക്കുറി അങ്ങനെയുള്ള ആ ജാതി സമവാക്യങ്ങൾ മുഴുവൻ മാറിയിട്ടുണ്ട് എന്ന കാര്യത്തിലൊരു സംശയമില്ല. കാരണം വെച്ചാൽ എപ്പോഴും ഈ പറയുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതേപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും എന്തുകൊണ്ടാണ് ഡൽഹിയിലെ പാറ്റേൺ മാറുന്നത്? അതിൻ്റെ കാര്യം വെച്ചാൽ ഈ OBC വോട്ട്, SC/ST വോട്ട് എന്നീ വോട്ടുകൾ ഫ്ലക്ച്വേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് അനുകൂലമായിട്ട് നിൽക്കും. അതേപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരെ തിരിച്ച് ആം ആദ്മി പാർട്ടിയിലേക്ക് വരും. ഇവിടെ ഇപ്പോൾ ആ വോട്ട് ബാങ്കിലേക്ക് വളരെ ശക്തമായി കടന്നു കയറാൻ മുന്നോക്ക വോട്ട് ബാങ്കിനൊപ്പം തന്നെ പിന്നാക്ക വിഭാഗങ്ങളുടെ വോട്ട് ബാങ്ക് കൂടി പിടിച്ചെടുക്കാൻ ഇപ്രാവശ്യം ബിജെപിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആം ആദ്മി പാർട്ടിയെ തറപറ്റിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം ഈ പിന്നാക്ക വോട്ടുകൾ തങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്നു എന്ന് യാഥാർത്ഥ്യം മനസ്സിലാക്കുന്ന അരവിന്ദ് കെജ്രിവാൾ ഒരു പരിപാടി ചെയ്തു ഇപ്രാവശ്യം. എന്താണെന്നറിയാമോ? മുന്നാക്ക വിഭാഗങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് ക്ഷേത്രങ്ങളിലെ പൂജാരിമാർക്കും ഗുരുദ്വാരകളിലെ പൂജാരിമാർക്കും 18,000 രൂപയുടെ ശമ്പളം, മാസ ശമ്പളം പ്രഖ്യാപിച്ചു. എന്തിനാണ് അങ്ങനെ പ്രഖ്യാപിച്ചത്? നിശ്ചയമായും അരവിന്ദ് കെജ്രിവാളിന് അറിയാം പിന്നാക്ക വിഭാഗങ്ങളുടെ വോട്ട് ചോർച്ച
ഉണ്ടാകും, അത് BJP-യിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ മുന്നാക്ക വിഭാഗത്തിൽ നിന്ന് കുറച്ച് വോട്ട് കൊണ്ടുവരിക. ആ ലക്ഷ്യത്തിലാണ് ഈ പറയുന്ന 18,000 രൂപ ശമ്പളം ഈ പൂജാരിമാർക്ക് പ്രഖ്യാപിച്ചത്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടുത്തെ മുസ്ലിം വോട്ടാണ്. ആ മുസ്ലിം വോട്ട് ഇപ്രാവശ്യം ഇല്ലെന്നേ, മുസ്ലിം വോട്ട് കിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന പൗരത്വ നിയമത്തിന്റെ പ്രക്ഷോഭകാലത്ത് ഷാഹിൻ ബാഗ് നമുക്കറിയാവുന്നതാണ്. അത്തരം കലാപങ്ങളുടെ കാലത്തൊക്കെ ഇയാൾ അരവിന്ദ് കെജ്രിവാൾ കാണിച്ചൊരു നിശബ്ദതയുണ്ട്. ആ നിശബ്ദതയാണ് മുസ്ലിങ്ങളെ അവിടെ നിന്ന് അകറ്റിയത്. അത് നിശ്ചയമായും ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്ന ഡൽഹി ഡെങ്കൽ പോൾ ഓഫ് പോൾസ് ആണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിലവിൽ 8 സർവേ ഫലങ്ങൾ, എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ 8 എക്സിറ്റ് പോൾ ഫലങ്ങളിലും BJP-ക്ക് തന്നെയാണ് മുൻതൂക്കം. കേവല ഭൂരിപക്ഷമായ 36 സീറ്റ് മറികടക്കും BJP എന്ന് 8 എക്സിറ്റ് പോൾ ഫലങ്ങളും പറയുന്നു. വളരെ വേഗം നോക്കാം നിലവിൽ പുറത്തു വന്നിരിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ. എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ചാണക്യ ആം ആദ്മി പാർട്ടി പരമാവധി 28 വരെ സീറ്റുകൾ നേടുമെന്ന് പറയുമ്പോൾ BJP 39 മുതൽ 44 വരെ സീറ്റുകൾ നേടിയേക്കാം. കോൺഗ്രസ് 2 മുതൽ 3 സീറ്റുകൾ വരെ നേടിയേക്കാം എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങളിൽ പറയുന്നത്. ചാണക്യയുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്. മാട്രിക്സിന്റെ കണക്ക് പ്രകാരം BJP 35 മുതൽ 40 വരെ സീറ്റുകൾ നേടിയേക്കാം. ആം ആദ്മി പാർട്ടി 32 മുതൽ 37 വരെ സീറ്റുകൾ മാത്രം നേടിയേക്കാം. പീപ്പിൾസ് ഇൻസൈറ്റിൽ BJP തന്നെയാണ് മുന്നിൽ, 40 മുതൽ 44 വരെ സീറ്റുകൾ നേടിയേക്കാമെന്ന് പീപ്പിൾ ഇൻസൈറ്റ് എന്ന സർവേ ഏജൻസി പറയുന്നു. ആം ആദ്മി പാർട്ടിക്ക് പരമാവധി ലഭിക്കുക 25 മുതൽ 29 വരെ. പി മാർക്കിലും BJP തന്നെയാണ് മുന്നിൽ. BJP 39 മുതൽ 49 സീറ്റുകൾ വരെ നേടിയേക്കാം. ആം ആദ്മി പാർട്ടി 21 മുതൽ 31 വരെ സീറ്റുകൾ മാത്രമേ നേടൂ. കോൺഗ്രസിന് പരമാവധി ഒരു സീറ്റ്. ടൈംസ് നോവിലും മുന്നിൽ BJP തന്നെയാണ്. ടൈംസ് നോവിന്റെ സർവേ പ്രകാരം BJP 37 മുതൽ 43 വരെ സീറ്റുകൾ നേടിയേക്കാം. ആം ആദ്മി പാർട്ടി 27 മുതൽ 34 വരെ സീറ്റുകൾ നേടിയേക്കാം. കോൺഗ്രസിന് പരമാവധി 2 സീറ്റുകൾ മാത്രം. നിലവിൽ ടുഡേയ്സ് ചാണക്യയുടെ കണക്ക് കൂടി എത്തുന്നു. 39 മുതൽ 44 വരെ സീറ്റുകളാണ് BJP-ക്ക് സാധ്യത. ആം ആദ്മി പാർട്ടിക്ക് 25 മുതൽ 28 വരെ സീറ്റുകൾ മാത്രമേ നേടാൻ കഴിയൂ. കോൺഗ്രസ് 2 മുതൽ 3 സീറ്റുകൾ വരെ നേടിയേക്കാം. പോൾ ഡയറിയിൽ BJP 42 മുതൽ 50 സീറ്റുകൾ വരെ നേടിയേക്കാം. ആം ആദ്മി പാർട്ടി 18 മുതൽ 25 സീറ്റുകൾ വരെ നേടിയേക്കാം. കോൺഗ്രസിന് പരമാവധി 2 സീറ്റുകൾ, അത് 1 എന്നിങ്ങനെയാണ് കണക്കുകൾ. പരമാവധി നോക്കൂ ഉണ്ണി ബാലകൃഷ്ണൻ, ഒരു ആവറേജ് നമ്മൾ ഇതുവരെ പുറത്തു വന്നിരിക്കുന്ന 8 എക്സിറ്റ് പോൾ ഫലങ്ങളുടെ ആവറേജ് എടുത്താൽ 44-46 എന്ന കണക്കിലായിരിക്കും BJP-യുടെ സീറ്റ് വരാൻ പോകുന്നത്. അതായത് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് കഴിഞ്ഞ തവണയുള്ള 8 സീറ്റുകൾ എന്നുള്ളത് 44 സീറ്റുകളിലേക്ക് ഉയർത്തുന്നു BJP എന്ന് പറയുമ്പോൾ BJP-യുടെ പ്രചരണം, BJP-യുടെ ശക്തമായിട്ടുള്ള ക്യാമ്പയിനിങ്, BJP-യുടെ ചിട്ടയായിട്ടുള്ള ഡോർ ടു ഡോർ ക്യാമ്പയിൻ, ആം ആദ്മി പാർട്ടിക്കെതിരെ ആദ്യം എന്ത് വിഷയം കൊണ്ടുവരുമെന്നതിലെ ആശങ്ക മാറിയുള്ള ചിട്ടയായിട്ടുള്ള പ്രവർത്തനം, ഇതെല്ലാം BJP-യെ സഹായിച്ചു എന്ന് വേണം കരുതാൻ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തെരഞ്ഞെടുപ്പ് വലിയ രീതിയിൽ നിയന്ത്രിച്ചിരുന്നത് RSS ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. RSS ഡൽഹിയുടെ തെരഞ്ഞെടുപ്പ് ഏറ്റെടുത്ത ഒരു വർഷമാണിത്, യാതൊരു സംശയം വേണ്ട. കാരണം ഞാനൊരു കണക്ക് പറയാം. അതായത് RSS 50,000-ഓളം ഈ പറയുന്ന ഡ്രോയിങ് റൂം മീറ്റിംഗ്സ് നടത്തിയിട്ടുണ്ട്. ഡ്രോയിങ് റൂം മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിലേക്ക് എത്തി അവിടുത്തെ ഡ്രോയിങ് റൂമിലിരുന്ന് അവിടുത്തെ ആളുകളുമായി സംസാരിക്കുന്ന മീറ്റിംഗ് എന്ന് പറയുന്നത് 50,000 ഡ്രോയിങ് റൂം മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്തിരിക്കുന്ന ആരാണെന്നറിയാമോ? RSS ആണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഡൽഹിയിലെ BJP-യുടെ പ്രചാരണത്തിൻ്റെ ചുക്കാൻ പിടിച്ചത്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് 70 സീറ്റുകളാണ് ആകെ ഡൽഹി നിയമസഭയിലുള്ളത്. അതിൽ 58 സീറ്റുകൾ ജനറൽ സീറ്റുകളാണ്. ബാക്കി 12 സീറ്റുകൾ ഷെഡ്യൂൾ കാസ്റ്റിനും ഷെഡ്യൂൾ ട്രൈബ്സിനും വേണ്ടി സംവരണം ചെയ്തിരിക്കുന്ന സീറ്റുകളാണ്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകൾ നോക്കിക്കോളൂ നിങ്ങൾ. 2015-ലും 2020-ലും 12 സീറ്റും ആം ആദ്മി പാർട്ടിക്കാണ് കിട്ടിയിരിക്കുന്നത്. 12 ആകെ ഉള്ളത് 12 സംവരണ സീറ്റുകളാണ്. ആ 12 സംവരണ സീറ്റുകളിലും ആം ആദ്മി പാർട്ടി ഏകപക്ഷീയമായി വിജയിച്ചു വരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? 30% OBC വോട്ടും 16% ദളിത് വോട്ടും ഉണ്ട്. അവിടെ 46% വോട്ട് ഇൻടാക്റ്റ് ആണ് ആം ആദ്മി പാർട്ടിയുടെ കയ്യിലെന്നാണ്. പിന്നെ അവർക്ക് വേണ്ടത് എന്താണ്? പിന്നെ അവർക്ക് വേണ്ടത് കുറച്ച് മുന്നോക്ക വിഭാഗങ്ങളുടെ വോട്ട് മാത്രമാണ്, പിന്നെ സിഖ് സമുദായത്തിൻ്റെ വോട്ടും. ഈ രീതിയിലായിരുന്നു അവരുടെ ഈ വോട്ട് സമവാക്യം എന്ന് പറയുന്നത്. ആ ഫോർമുലയാണ് ഇപ്പോൾ BJP ബ്രേക്ക് ചെയ്തിട്ടുണ്ട് എങ്കിൽ, ഇപ്പോൾ പറയുന്ന എക്സിറ്റ് പോൾ പറയുന്ന BJP-യുടെ ഒരു വലിയ മുന്നേറ്റം സംഭവിക്കുമെങ്കിൽ ആ വോട്ട് ബാങ്ക് ബ്രേക്ക് ചെയ്തിരുന്നു. എല്ലാ വോട്ട് ബാങ്കുകളും ബ്രേക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ ഒരു കാര്യം കൂടി പറയാം. കഴിഞ്ഞ ദിവസം ഞാൻ സൂചിപ്പിച്ചതാണ്, ഈ പറയുന്ന അംബേദ്കറുമായി ബന്ധപ്പെട്ട് വലിയ പ്രചാരണമാണ് BJP-ക്കെതിരായിട്ട് അവിടെ ആം ആദ്മി പാർട്ടി നടത്തിയത്. അതായത് അമിത്ഷായുടെ പരാമർശം, ലോക്സഭയിൽ അമിത്ഷാ നടത്തിയ അംബേദ്കറിനെതിരായിട്ടുള്ള പരാമർശം വലിയ രീതിയിൽ പ്രചാരണായുധമാക്കാനായിട്ട് ആം ആദ്മി പാർട്ടി എന്തുകൊണ്ടാണ് ശ്രമിച്ചത്? ഈ വോട്ട് ബാങ്ക് തങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു എന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്ന ആം ആദ്മി പാർട്ടി AI വീഡിയോ അടക്കമാണ്, അംബേദ്കറിൻ്റെ AI വീഡിയോ അടക്കമാണ് വലിയ രീതിയിൽ പ്രചാരണത്തിന് ഉപയോഗിച്ചത്. പക്ഷേ അതൊന്നും തന്നെ അവിടെ പ്രവർത്തിച്ചിട്ടില്ല എന്ന് വേണം ഈ എക്സിറ്റ് പോളിൽ നിന്ന് മനസ്സിലാക്കാൻ. എക്സിറ്റ് പോളാണ്, സുജയ് നേരത്തെ പറഞ്ഞ കണക്ക് എക്സാക്ട് പോൾ വരുമ്പോൾ എന്തായിരിക്കും റിസൾട്ട് എന്ന് നമുക്കറിയില്ല. പക്ഷേ എല്ലാ സർവേകളും, ഇതുവരെ പുറത്തു വന്നിരിക്കുന്ന എല്ലാ സർവേകളും വളരെ വ്യക്തമായ ഒരു ഭൂരിപക്ഷം തന്നെയാണ് BJP നൽകിയിരിക്കുന്നത്. പുറത്താക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വളരെ മുൻപ് തന്നെ BJP തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഈ കേസിന്റെ സംഭവങ്ങളായാലും ബൂത്ത് തലത്തിലെ പ്രവർത്തനം കൃത്യമായി നടപ്പാക്കിയിട്ടുണ്ട് BJP. അത് ആം ആദ്മി പാർട്ടിയും എല്ലാ കാലത്തും ചെയ്യുന്നതാണ്. പക്ഷേ ഇപ്പോൾ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ ജയിലിൽ അടച്ചുകൊണ്ടാണ്
പിന്നുള്ള നടപടികളിലേക്ക് BJP കടന്നത്. അല്ല, അതിനകത്ത് സ്മൃതി BJP ആണോ ആം ആദ്മി പാർട്ടിയെ പുറത്താക്കണമെന്ന് തീരുമാനിച്ചത് അതോ കോൺഗ്രസ് ആണോ? അല്ല, ആദ്യം പറഞ്ഞത് കോൺഗ്രസ് ആണ് ആം ആദ്മി പാർട്ടിയെ പുറത്താക്കാൻ ആയുധം കൊടുക്കുന്നു. കോൺഗ്രസുമായി സഖ്യം ചേരാൻ തീരുമാനിക്കുന്ന ഘട്ടത്തിൽ തന്നെ ആം ആദ്മി പാർട്ടിക്ക് ഒരു ബോധ്യമുണ്ടായിരുന്നു. കോൺഗ്രസുമായുള്ള സഖ്യം ആം ആദ്മി പാർട്ടിയെയോ കോൺഗ്രസിനെയോ സഹായിക്കില്ല എന്ന് രണ്ട് നേതാക്കൾക്കും വ്യക്തമായതുകൊണ്ടാണല്ലോ ഈ സഖ്യത്തിൽ നിന്ന് അവർ പിന്മാറുന്ന സാഹചര്യം ഉണ്ടായത്. മുനിസിപ്പൽ കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പിന്റെ ഫലം നോക്കൂ. 2022 ആം ആദ്മി പാർട്ടി BJP-യിൽ നിന്ന് അധികാരം പിടിക്കുമ്പോൾ BJP ആയിരുന്നു ഡൽഹി 2017 വരെ മുനിസിപ്പൽ കോർപ്പറേഷൻ ഭരിച്ചിരുന്നത്. അവിടെയാണ് ആം ആദ്മി പാർട്ടിക്ക് ഒരു പിഴവ് പറ്റിയത്. 2022 ആം ആദ്മി പാർട്ടിക്ക് അവിടെ വലിയ വിജയം നേടുമ്പോൾ 164 സീറ്റോ മറ്റോ ആണ് ആം ആദ്മി പാർട്ടി മുനിസിപ്പൽ കോർപ്പറേഷൻ നേടുന്നത്. ആ മുനിസിപ്പൽ അവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മുനിസിപ്പൽ കോർപ്പറേഷനിലാണ് അവിടുത്തെ സിവിക് ഗവേണൻസിന്റെ വിഷയം. അവിടുത്തെ റോഡ്, അവിടുത്തെ ഇലക്ട്രിസിറ്റി, വെള്ളം, പൊല്യൂഷൻ ഇതെല്ലാം നിയന്ത്രിക്കേണ്ടി വരുന്നത് ആ മുനിസിപ്പൽ കോർപ്പറേഷനാണ്. ചുരുക്കത്തിൽ മുനിസിപ്പൽ കോർപ്പറേഷനിലെ ഭരണം നേരാവണ്ണം ആം ആദ്മി പാർട്ടിക്ക് നടത്താൻ കഴിയാതെ പോയത് അത് മാത്രമല്ല, ഇത് MCD ഒരു ഫാക്ടറായിട്ട് വരുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താ അറിയോ, നമ്മളെപ്പോഴും ഈ ആം ആദ്മി പാർട്ടി ഒരുപാട് സൗജന്യങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു, അവർക്കത് പോസിബിൾ ആകുന്നു എന്ന് പറയുമ്പോൾ നമ്മളൊരു ഫാക്ടർ കാണാതെ പോകുന്നുണ്ട്. എന്താണെന്ന് അറിയാമോ? അതൊരു യൂണിയൻ ടെറിട്ടറിയാണ്. അതിൻ്റെ ഏതാണ്ട് ഒരു 40% ഓഫ് എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യുന്നത് കേന്ദ്ര സർക്കാരാണ്. അപ്പോൾ അവർക്ക് പോലീസിന് പൈസ കൊടുക്കേണ്ട, ശമ്പളം കൊടുക്കേണ്ട കാര്യമില്ല, അവരുടെ ഡിഫൻസ് മെക്കാനിസത്തിന് ശമ്പളം കൊടുക്കേണ്ട കാര്യമില്ല. ഈ നല്ല ടേൺ ഔട്ട് ഉണ്ട് മുസ്തഫാബാദിൽ. മുസ്തഫാബാദിൽ ഒരു ഫിനോമിന നമ്മൾക്ക് അവിടെയാണ് എക്സാക്ട്ലി എന്താണ് ഡൽഹിയിൽ സംഭവിച്ചതെന്ന് അറിയണമെങ്കിൽ മുസ്തഫാബാദ് പോലെയുള്ള ഒരു മുസ്ലിം മണ്ഡലത്തിലേക്ക് പോകണം. അവിടെ ഒവൈസി സ്ഥാനാർത്ഥി നിർത്തിയിട്ടുണ്ട്. സ്പോയിലർ ആയിട്ട് എങ്ങനെ വരുന്നു? കഴിഞ്ഞ തവണ നോക്കൂ, 13% മുസ്ലിം വോട്ട് ഇൻടാക്ട് ആയിട്ട് ആം ആദ്മി പാർട്ടിയുടെ കയ്യിൽ ഭദ്രമായിരുന്നു. 2015-ലും 2020-ലും 13% വോട്ടാണുള്ളത്. 5 മണ്ഡലങ്ങൾ നിർണായകമാണ്. 6 മണ്ഡലങ്ങൾ നിർണായകമാണ്. ആ 6 മണ്ഡലങ്ങളിലും കഴിഞ്ഞ തവണ വിജയിച്ചു കയറിയത് BJP ആണ്. 6 മണ്ഡലങ്ങളിലും. പക്ഷേ അവിടെ ഒവൈസി 2 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തുന്നു. കോൺഗ്രസും SP-യും BSP-യും അടക്കമുള്ള പാർട്ടികൾ അവിടെ സ്ഥാനാർത്ഥികളെ നിർത്തുന്നു. അതായത് 2020-ൽ ആം ആദ്മി പാർട്ടിക്ക് കിട്ടിയ മുസ്ലിം വോട്ടുകളും ദളിത് വോട്ടുകളും പിന്നാക്ക വോട്ടുകളും കോൺഗ്രസിന്റെയും BSP-യുടെയും SP-യുടെയും ഒവൈസിയുടെ 2 സീറ്റുകളിൽ വോട്ടർമാർക്ക് പണം നൽകി വേർതിരിച്ചെടുക്കുന്നു. വോട്ടർമാർക്ക് പണം നൽകി എന്നടക്കമുള്ള ആരോപണങ്ങൾ നിലവിലെ മുഖ്യമന്ത്രി അതിഷി ഇതിനകം തന്നെ ഉന്നയിക്കുന്നുണ്ട്. പോളിംഗ് പൂർത്തിയാകുമ്പോൾ അതായത് ആം ആദ്മി പാർട്ടിക്ക് 2015-ലോ 20-ലോ നമ്മൾ കാണാത്ത ഒരു ആശങ്ക മാത്രമല്ല, ഈ കണക്കുകൾ പുറത്തു വരികയല്ലേ സുജയ? ഈ കണക്കുകളിൽ ഒരു ഏജൻസി പോലും ആം ആദ്മി പാർട്ടിക്ക് ഒരു ലൈഫ് കൊടുക്കുന്നില്ല. മാട്രിക്സ് ആണ് കുറച്ചെങ്കിലും ഒരു നാഡീസ്പന്ദനമെങ്കിലും നിലനിർത്തുന്നത് മാട്രിക്സ് ആണ്. മാട്രിക്സ് BJP-ക്ക് 35 മുതൽ 40 വരെ പറയുമ്പോൾ ആപ്പിന് 32 മുതൽ 37 വരെ മാജിക് നമ്പറായ 36-ലേക്ക് ആപ്പിനെ എത്തിക്കുന്ന ഏക സർവേ മാട്രിക്സ് ആണ്. നേരിയ മുൻതൂക്കം വേണമെങ്കിൽ ചെറിയൊരു തുടിപ്പ് കൊടുക്കുന്ന മാട്രിക്സ് മാത്രമാണ്. പക്ഷെ നമുക്ക് പറയാൻ കഴിയില്ല. ബാക്കി എല്ലാ ഏജൻസിയിൽ പോലും പരമാവധി സീറ്റ് BJP-ക്ക് പറയുന്നത് 40 ആണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ BJP-ക്ക് മുൻതൂക്കം പ്രവചിക്കുകയാണ് എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും ഈ മണിക്കൂറിൽ എന്നുള്ളതാണ്. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളുമാണ് ആം ആദ്മി പാർട്ടി മത്സരിച്ചിട്ടുള്ളത്. പ്രതികൂല സാഹചര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു അനുകൂല സാഹചര്യം കൂടി നമ്മൾ കാണാതെ പോരുത്. കാരണം അറിയോ, ഈ ആം ആദ്മി പാർട്ടിക്ക് വേണ്ടിയിട്ടല്ലേ അഖിലേഷ് യാദവ് പ്രചാരണം നടത്തിയത്? UP-യിൽ നിന്ന് അഖിലേഷ് യാദവ് ഒന്ന് ആം ആദ്മി പാർട്ടിക്ക് ഡൽഹിയിൽ പ്രചാരണം നടത്തിയില്ല. അല്ല, യാദവ് വോട്ടുണ്ട് സ്മൃതി. ഈ OBC വോട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉത്തർപ്രദേശിൽ നിന്നും ബീഹാറിൽ നിന്നും ഒക്കെ വരുന്ന ഒട്ടേറെ ആളുകൾ അവിടെ ഉണ്ട്, ഡൽഹിയിലുണ്ട്. ഡൽഹിക്ക് സ്വന്തമായൊരു ജനസംഖ്യ ഇല്ല. ഡൽഹി എന്ന് പറയുന്ന ഒരു ഫ്ലോട്ടിംഗ് പോപ്പുലേഷന്റെ സ്ഥലമാണ്. അവിടെ മലയാളികൾക്ക് 20 ലക്ഷം വോട്ടുണ്ടാവും. 20 ലക്ഷം വോട്ട് മലയാളികൾക്കുണ്ട്. അല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 12 SC/ST മണ്ഡലങ്ങളും ആം ആദ്മി പാർട്ടിയായിരുന്നു. ആം ആദ്മി പാർട്ടിക്ക് അതാ ഞാൻ പറഞ്ഞത്, ആകെയുള്ള 70 സീറ്റുകളിൽ 58 ജനറൽ സീറ്റ് ഉള്ളൂ. 12 സീറ്റ് SC/ST ആണ്. ആ 12 സീറ്റും കിട്ടിയിരുന്നത് ആം ആദ്മി പാർട്ടിക്കാണ്. മുസ്ലിം സീറ്റുകളും കിട്ടിയിരുന്നത്. മുസ്ലിം ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിൽ അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നേ. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ, ഈ ചികിത്സയുടെ കാര്യത്തിലൊക്കെ മൊഹല്ല ക്ലിനിക്കിന്റെ കാര്യത്തിൽ BJP ഇത്തവണ ശ്രദ്ധാപൂർവമായി ക്യാമ്പയിൻ നടത്തി. ഒരു കാരണവശാലും മൊഹല്ല ക്ലിനിക്കിനെയും വിദ്യാഭ്യാസത്തെയും അവർ ടച്ച് ചെയ്തില്ല. കാര്യം അത് രണ്ടും പറഞ്ഞാൽ അത് അവിടുത്തെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടതാണ്, അവിടുത്തെ ഗവേണൻസ്. പക്ഷേ അതിനും അപ്പുറത്തുള്ള ഗവേണൻസ് വിഷയത്തിലേക്ക് അവരുടെ ശ്രദ്ധ പോയി. ഉദാഹരണത്തിന് യമുനയിലെ കുടിവെള്ളം, അത് തന്നെയാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. 50% വീടുകളിൽ മാത്രമാണ് ഇപ്പോഴും ശുദ്ധമായ കുടിവെള്ളം സൗജന്യമായി അവർക്ക് കിട്ടുന്ന ഒരു സംവിധാനം ഉണ്ടാവുന്നത്. ഇലക്ട്രിസിറ്റിയുടെ കാര്യത്തിൽ അവർക്ക് നേട്ടമുണ്ടാക്കി, പക്ഷേ കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ പരാജയപ്പെട്ടു. മാത്രമല്ല, ഉണ്ണി ബാലകൃഷ്ണൻ നേരത്തെ പറഞ്ഞതുപോലെ 1.5 ലക്ഷത്തോളം ഡോർ ടു ഡോർ ക്യാമ്പയിനുകൾ, ഡ്രോയിങ് റൂം ക്യാമ്പയിനുകൾ നടത്തി RSS. ആ സമയത്ത് സംഘടനാ പ്രവർത്തനത്തിൽ ചിട്ടയെ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ആം ആദ്മി പാർട്ടി എന്ത് ചെയ്യായിരുന്നു? അരവിന്ദ് കെജ്രിവാൾ, മനീഷ് സിസോദിയ തുടങ്ങിയ നേതാക്കളെ ജയിലിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അവർ കൺഫ്യൂസ്ഡ് ആയിരുന്നു.
അവർ കേന്ദ്ര സർക്കാരുമായുള്ള പോരാട്ടത്തിലായിരുന്നപ്പോൾ BJPയും RSSും കൃത്യമായി വീടുകളിലേക്ക് ചെന്ന് എന്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ BJP വിജയിക്കണം, ഡബിൾ എഞ്ചിൻ സർക്കാർ. സ്മൃതി, അത് തന്നെയാണ് ഇത്തവണത്തെ BJPയുടെ ടാഗ് ലൈൻ. ഡബിൾ എഞ്ചിൻ സർക്കാർ. പാർട്ടി പ്രചാരണം നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞത് ശരിയല്ല, ഒരുക്കങ്ങൾ നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞത് ശരിയല്ല. അവർക്ക് പ്രതികൂല സാഹചര്യങ്ങൾ നന്നായിട്ടുണ്ടായിരുന്നു. 2024 തന്നെ പദയാത്രകൾ എല്ലാ മണ്ഡലങ്ങളിലേക്കും നടത്തിയിട്ടുണ്ട്. അവരുടെ ഒരു രീതിയുണ്ട്, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയുണ്ട്. ആ രീതി ഈ തവണയും അവലംബിച്ചിട്ടുണ്ട്. പക്ഷേ ഒരുപാട് ഘടകങ്ങളുണ്ടായിട്ടുണ്ട്. സത്യമാണ്. ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ, അഥവാ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ആം ആദ്മി പാർട്ടി പാതി പരാജയം സമ്മതിച്ചു. എന്തുകൊണ്ട്? 27 MLA-മാരെ മാറ്റി സീറ്റ് നിഷേധിച്ചു അരവിന്ദ് കെജ്രിവാൾ. എന്തുകൊണ്ടാണ്? സത്യേന്ദ്ര ജയിലടക്കം സിറ്റിംഗ് ആയിട്ടുള്ള മന്ത്രിമാർക്കടക്കം മാറി മത്സരിക്കേണ്ടി വന്നു. 8 MLA-മാർ അവസാന നിമിഷം BJPയിലേക്ക് കളം മാറി പോകുന്ന സാഹചര്യമുണ്ടായി. അതൊരു ട്രെൻഡാണ് സൂചിപ്പിക്കുന്നത്. അവസാന നിമിഷത്തിലെ BJPയുടെ പോൾ മാനേജ്മെന്റ്, വെദർ ഇറ്റ് ഈസ് റൈറ്റ് ഓർ നോട്ട്, അത് രാഷ്ട്രീയമായി ശരിയോ തെറ്റോ എനിക്കറിയില്ല, പക്ഷേ അവസാന നിമിഷം 8 MLA-മാരെ BJP ക്യാമ്പിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളത്. നമ്പർ 2, ഇന്ത്യ മുന്നണിയിൽ ഐക്യം ഉണ്ടാകാതിരിക്കാൻ BJP അടക്കം ശ്രമിച്ചില്ലേ? BJP പറഞ്ഞ അതേ ക്യാമ്പയിൻ രാഹുൽ ഗാന്ധി പറഞ്ഞില്ലേ? ഡിസോണസ്റ്റ് മാനാണെന്ന് രാഹുൽ ഗാന്ധി കെജ്രിവാൾ BSPയിൽ നിന്നൊക്കെ ഒരുപാട് നേതാക്കൾ ആം ആദ്മി പാർട്ടിയിലേക്ക് വന്നിരുന്നു. അവർ പക്ഷേ ആം ആദ്മി പാർട്ടി വിട്ടുപോയി. ആം ആദ്മി പാർട്ടി ഈ ഫ്രീ ബീസ് ഒക്കെ പ്രഖ്യാപിച്ച് അത് നടപ്പാക്കുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത്? 2013 അവർ മത്സര രംഗത്തേക്ക് വരുന്നത്. 2013 എങ്ങനെയാണ് ജയിച്ചത്? ഒറ്റ പ്ലാങ്കിലാണ് ജയിച്ചത്. ലോക്പാല് അഴിമതി വിരുദ്ധ പ്രതിച്ഛായ. ഈ അഴിമതി വിരുദ്ധ പ്രതിച്ഛായയാണ് നരേന്ദ്രമോദിയും അമിത്ഷായും വളരെ ബുദ്ധിപൂർവ്വം ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇല്ലാതാക്കിയത്. കാരണം എന്താ വെച്ചാൽ അരവിന്ദ് കെജ്രിവാളിനെ പിടിച്ചകത്തിരുന്നു, മനീഷ് സിസോദിയ അകത്ത് പോകുന്നു. എന്താ കാരണം? എക്സൈസ് പോളിസിയിൽ, മദ്യനയത്തിൽ ഇവര് കോടിക്കണക്കിന് രൂപ തട്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരെ അകത്തേക്ക് ആക്കുന്നത്. അപ്പം യഥാർത്ഥത്തിൽ ആന്റി കറപ്ഷൻ മൂവ്മെന്റ് ആയിട്ട് ആരംഭിച്ച ആം ആദ്മി പാർട്ടിയുടെ യഥാർത്ഥ ഐഡിയോളജിയെ ഇല്ലാതാക്കുന്ന ഒരു പ്രവൃത്തിയാണ് NDA സർക്കാർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് തന്നെ ആദ്യം മുതൽ ഒരു സംശയത്തിൻ്റെ വിത്ത് അവിടെ പാകുകയാണ്. പിന്നെ ഇങ്ങോട്ട് നോക്കൂ, ആൻറ്റി ഇൻകംബൻസി ഈസ് എ ഫാക്ടർ. അത് സംശയിക്കേണ്ട. 10 വർഷമായിട്ടുള്ള ആ ഭരണത്തോടുള്ള ആൻറ്റി ഇൻകംബൻസി ഉണ്ട്, ഒരു ബോർഡുമുണ്ട്. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം, നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ ഈ ഫ്രീ ബീസ് എല്ലാം പ്രഖ്യാപിക്കുകയും അത് നടപ്പാക്കുകയും ചെയ്യുന്നുള്ള സത്യമാണ്. അതേപോലെ ഫ്രീ ബീസ് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസും പ്രഖ്യാപിക്കുന്നത്. അതേ ശൈലിയിൽ തന്നെയാണ്. പക്ഷെ അവിടെ എന്തുകൊണ്ട് ജനങ്ങൾ വിശ്വസിക്കാൻ നിർബന്ധിതരായി എന്നൊരു ചോദ്യമുണ്ട്. അതാണ് ഇനി നമുക്ക് ഡീകോഡ് ചെയ്തെടുക്കേണ്ടത്. നമുക്കിപ്പം PR സുനിലുണ്ട്, നോബൽ മാരിക്കാരനുണ്ട്, ജോയ്സും ഡൽഹിയിൽ നിന്ന് ചേരുന്നു. നിലവിൽ 3 എക്സിറ്റ് പോളുകളല്ലേ കൃത്യമായി BJPയുടെ എത്രയാ 3 എക്സിറ്റ് പോളുകളല്ലേ പോളുകളും BJP കൃത്യമായി പ്രവചിക്കുന്നു. 8 എക്സിറ്റ് പോളുകളിൽ മാട്രിക്സ് മാത്രമാണ് 35 മുതൽ 40 വരെ സീറ്റുകൾ പറയുന്നത്. ആം ആദ്മി പാർട്ടിക്ക് 32, അല്ല BJPക്ക് രണ്ടുപേർക്കും താഴെ വരാൻ നേരിയ സാധ്യത പറയുന്നത് ഒരേ ഒരു ഏജൻസി മാത്രമാണ്, മാട്രിക്സ് മാത്രമാണ്. പക്ഷേ എങ്കിൽ പോലും അവർ കംഫർട്ടബിളി മീൻ നോക്കി കഴിഞ്ഞാൽ മൈൻഡ് ബ്രിങ്കിന്റെ വന്നിരിക്കുന്നു. ആം ആദ്മി 44 മുതൽ 49 വരെ, BJP 21 മുതൽ 25 വരെ തിരിച്ചും വരുന്നുണ്ട്. അല്ല, ഇപ്പൊ 9ാമത്തെ സർവേ അല്ലേ? 9ാമത്തെ സർവേ ഉള്ളൂ പറയുന്നത് ആം ആദ്മി പാർട്ടി ജയിക്കും. പക്ഷേ വേറെ പ്രശ്നമുണ്ട് കേട്ടോ. മൈൻഡ് ബ്രിങ്ക് മാത്രം പറയാം. പക്ഷേ 2 ഉണ്ട് കേട്ടോ. വീർ പ്രിസൈഡിലും 46 മുതൽ 22 വരെ. പക്ഷേ ഇതിന്റെ ഒരു പ്രശ്നം BJP 18 മുതൽ 23 വരെ. നിലവിൽ 8 ഏജൻസികളിൽ 4 ഏജൻസികൾ നാഷണലി റെക്കഗ്നൈസ്ഡ് ഏജൻസികളാണ്. ബാക്കിയെല്ലാം പ്രേക്ഷകർക്ക് അറിയാമല്ലോ, ഈ NGOയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഈ സർവേ ഏജൻസികളുണ്ട്. ഹരിയാന മറക്കണ്ട, NGOയുടെ ഒരു കൂട്ടം. ഹരിയാന മറക്കണ്ട. തെരഞ്ഞെടുപ്പില് രാജ്യത്ത് ഈ പറയുന്ന പിന്നെ എന്താ പറയുക, ഓർഗനൈസ്ഡ് ഏജൻസി ആയാലും അല്ലാത്ത ഏജൻസികളായാലും ഒറ്റക്കെട്ടായി പറഞ്ഞത് കോൺഗ്രസിന് വലിയ ഭൂരിപക്ഷമാണ് പറഞ്ഞത്. പക്ഷേ അവിടെ കംപ്ലീറ്റ് ആയിട്ട് അടിതെറ്റി. അതേപോലെ തന്നെയായിരുന്നു 2024 പൊതുതെരഞ്ഞെടുപ്പിൽ എല്ലാ സർവേയും പറഞ്ഞത് BJPക്ക് ഭൂരിപക്ഷം കിട്ടും. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം അറിയോ, പ്രത്യേകിച്ച് ഡൽഹി പോലെ വളരെ കുറച്ച് പോപ്പുലേഷനുള്ള ഒരു സ്റ്റേറ്റിൽ ഒരു അർബൻ സമൂഹത്തെ നിങ്ങൾ വോട്ടിന് എക്സിറ്റ് പോളിന് ഉപയോഗിക്കുന്ന സമയത്ത് നേരിയ കുറച്ചുകൂടി പ്രഡിക്ഷൻ സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ഇന്ത്യ പോലെ വിശാലമായ ഒരു രാജ്യത്ത് ഇത്രയും 543 ലോക്സഭാ സീറ്റുകൾ നടത്തുന്ന സർവേ പോലെയല്ല 70 നിയമസഭാ സീറ്റുകളിൽ. ഹരിയാന 90 സീറ്റേ ഉള്ളൂ. അല്ല നോക്കൂ, ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഡൽഹി കുറച്ചുകൂടി കംഫർട്ടബിൾ ആണ് ആ അർത്ഥത്തിൽ. എനിക്കതിൽ കുറച്ചുകൂടി വ്യക്തത തോന്നുന്നത് കേജ്രിവാളിന്റെ ആത്മവിശ്വാസമില്ലാത്ത പ്രതികരണങ്ങളാണ് ഒരു പ്രധാന സൂചനയായി തോന്നുന്നത്. സുനിൽ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. ഹരിയാനയിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ അമ്പയെ പരാജയപ്പെട്ടു. ഇന്ത്യൻ ജനറൽ ഇലക്ഷനിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ അമ്പയെ പരാജയപ്പെട്ടു. ആ സാഹചര്യം നമുക്ക് ഡൽഹിയിൽ പ്രതീക്ഷിക്കേണ്ടി വരുമോ? നിലവിൽ പുറത്തു വന്നിരിക്കുന്ന 10 ഏജൻസി സർവേ ഫലങ്ങളിൽ 8 ഏജൻസികളും BJPക്ക് മുൻതൂക്കം പ്രവചിക്കുമ്പോൾ 2 ഏജൻസികൾ മാത്രമാണ് ആം ആദ്മി പാർട്ടി അധികാരത്തിലെത്തുമെന്ന് പ്രവചിക്കുന്നത്. ഹരിയാന ഇഫക്റ്റ് അല്ലെങ്കിൽ ഹരിയാന ആവർത്തിക്കുമോ എക്സിറ്റ് പോൾ ഫലത്തിന്റെ കാര്യത്തിൽ ദില്ലിയിൽ? അങ്ങനെ എന്തെങ്കിലും സാധ്യതകൾ കാണുന്നുണ്ടോ?
അരുൺ, എന്തായാലും ഈ എക്സിറ്റ് പോൾ ഫല സൂചനകൾ ഏതായാലും മാറാനുള്ള സാധ്യത കുറവാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഹരിയാനയിലെ എഫക്റ്റ് ദില്ലിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് ആം ആദ്മി പാർട്ടിക്ക് തന്നെയാണ് തിരിച്ചടിയാവുക. കാരണം ഹരിയാനയിലെ വിജയം ദില്ലിയുടെ അതിർത്തി മേഖലകൾ നോക്കിയാൽ ജാട്ട് വോട്ടുകളൊക്കെ വളരെ നിർണായകമാണ്. ഇത്തവണ ഹരിയാന തെരഞ്ഞെടുപ്പിൽ ജാട്ട് വിഭാഗത്തിൻ്റെയൊക്കെ തന്നെ വലിയ പിന്തുണ BJP ആണ് നേടിയെടുത്തത്. ഹരിയാനയിൽ വലിയ വിജയം ഈ എക്സിറ്റ് പോളുകളെയൊക്കെ തന്നെ മറികടന്ന് ഹരിയാനയിൽ BJP നേടിയതാണ്. അപ്പോൾ ദില്ലിയിൽ സാഹചര്യങ്ങൾ മാറി രാഷ്ട്രീയ മാറ്റം ദില്ലിയിൽ സംഭവിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനകൾ ഈ എക്സിറ്റ് പോൾ പല സൂചനകളിലൊക്കെ തന്നെയുണ്ട്. ഏതായാലും 3 ഫാക്ടറുകൾ ദില്ലിയിൽ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, മധ്യവർഗത്തിൻ്റെ വോട്ട്. അത് നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാണിച്ചതാണ്. മധ്യവർഗത്തിൻ്റെ വോട്ടിൻ്റെ പിൻബലത്തിൽ തന്നെയാണ് ആം ആദ്മി പാർട്ടി ദില്ലിയിൽ 2 കാലം ഭരിച്ചത്. ഏതായാലും ആ മധ്യവർഗ വോട്ടുകളിൽ പിളർപ്പുണ്ടായി. ദളിത് മുസ്ലിം വോട്ട് തീർച്ചയായും BJPക്കെതിരെ ആം ആദ്മി പാർട്ടിയിലേക്ക് കൺസോളിഡേറ്റ് ചെയ്തിട്ടുണ്ടാവുന്ന കാര്യത്തിൽ യാതൊരു സംശയവും. പക്ഷേ ദളിത് വോട്ട് 17% ദില്ലിയിലെ ദളിത് വോട്ട്. ഇത്തവണ ഞാൻ ദില്ലിയിലെ പല ചേരി പ്രദേശങ്ങളിലൂടെയൊക്കെ തന്നെ യാത്ര ചെയ്തിരുന്നു. പക്ഷേ അവിടെയൊക്കെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു ഘടകമുണ്ട്. പ്രത്യേകിച്ച് ചേരി നിവാസികൾക്ക് വീട് വെച്ച് നൽകും എന്ന BJPയുടെ വാഗ്ദാനം. അത് വലിയ തോതിൽ ഈ ചേരി നിവാസികളിലൊക്കെ തന്നെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പോൾ അത് വലിയ തോതിൽ സ്വാധീനിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം. കാരണം ആം ആദ്മി പാർട്ടിയുടെ ഒരു കരുത്ത് എന്ന് പറയുന്നത് ഇത്തരം മേഖലകളിലെ വലിയ വോട്ട് ബാങ്ക് തന്നെയായിരുന്നു. ഏതാണ്ട് 17% ദളിത് വോട്ടുണ്ട്, പിന്നോക്ക വോട്ടുകളുണ്ട്. അപ്പോൾ ആ പിന്നോക്ക വോട്ടുകളിലും ദളിത് വോട്ടുകളിലും വലിയ പിളർപ്പുണ്ടായി. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പാർലമെന്റിലെ പ്രസംഗത്തിൽ തന്നെ പറഞ്ഞൊരു വാക്കുണ്ട്. ഒരു കുടുംബത്തിൽ നിന്ന് 3 പേർ ഒരേ സമയം പാർലമെന്റിൽ വന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ദളിത് കുടുംബത്തിൽ നിന്ന് ഇതുപോലെ 3 പേർ ഒരേ സമയം പാർലമെന്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊക്കെ തന്നെ വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ നീക്കം ദില്ലിയിൽ BJP നടത്തിയിട്ടുണ്ട്. 3ാമത്തെ ഫാക്ടർ കോൺഗ്രസ് തന്നെയാണ്. കോൺഗ്രസിന്റെ പല മുതിർന്ന നേതാക്കളുമായൊക്കെ തന്നെ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട്, ഇത്തവണ BJP ജയിച്ചാൽ പോലും തെറ്റില്ല, പക്ഷേ ആം ആദ്മി പാർട്ടി വിജയിക്കാൻ പാടില്ല. അത് കോൺഗ്രസിന്റെ ഒരു നിലപാടായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ. കോൺഗ്രസിന്റെ കഴിഞ്ഞ തവണത്തെ വോട്ട് ശതമാനം 4 അത് 8% ഇത്തവണ ഉയരും, അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് ഉയരും, അല്ലെങ്കിൽ കുറച്ചുകൂടി നില മെച്ചപ്പെടുത്തും എന്ന് ഈ സർവേകളൊക്കെ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസ് തനിച്ചു നിന്ന് നേട്ടമുണ്ടാക്കുക, ആം ആദ്മി പാർട്ടിയെ പരാജയപ്പെടുത്തുക എന്നൊരു രാഷ്ട്രീയ തീരുമാനം കോൺഗ്രസ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് വളരെ ശക്തമായി കോൺഗ്രസിന്റെ ക്യാമ്പുകളിൽ കൃത്യമായി നടന്നു എന്ന് നമുക്ക് വിലയിരുത്താം. 12 വർഷമായി, അതായത് ആം ആദ്മി പാർട്ടി 2013 രാഷ്ട്രീയ സാന്നിധ്യം അറിയിക്കുന്ന 2013 മുതൽ പി ആർ സുനിൽ അവിടെയുണ്ട്. പി എസ് അറിയാമല്ലോ, ആം ആദ്മി പാർട്ടി ആദ്യം ഒരു അഴിമതി വിരുദ്ധ പ്രതിച്ഛായയിൽ വരുന്നു, പിന്നീട് ഭരണത്തിൻ്റെ കാര്യത്തിൽ, ഗുഡ് ഗവേണൻസിൻ്റെ കാര്യത്തിൽ, ജനക്ഷേമ പദ്ധതികളുടെ കാര്യത്തിൽ, മൊഹല്ല ക്ലിനിക്ക്, സ്കൂളുകളൊക്കെ കൊണ്ടുവരുന്നു. അതിനുശേഷം 2025 വരുമ്പോൾ യഥാർത്ഥത്തിൽ വോട്ടർമാർക്കിടയിൽ ഒരു കൺഫ്യൂഷൻ സൃഷ്ടിക്കാൻ BJP ക്യാമ്പയിന് സാധിച്ചിട്ടുണ്ട്. കാരണം മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ്, സംസ്ഥാനം ഭരിക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ്, എന്നാൽ കേന്ദ്രം ഭരിക്കുന്നത് BJP ആണ്. സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന അടിസ്ഥാന വിഷയങ്ങൾ, തൊഴിലില്ലായ്മ, വിവിധ ഏജൻസികളുടെ കണക്ക് പ്രകാരം 21% വോട്ടർമാർ ഇത്തവണ തൊഴിലില്ലായ്മ ഒരു പ്രധാന വിഷയമാണെന്ന് പറയുന്നു. പക്ഷേ തൊഴിലില്ലായ്മയ്ക്ക് കാരണം സംസ്ഥാന സർക്കാരാണോ മുനിസിപ്പാലിറ്റിയാണോ എന്നൊരു ചോദ്യം. അതേപോലെ സിവിക് വിഷയങ്ങളുടെ കാര്യത്തിൽ അത് കേന്ദ്ര സർക്കാരാണോ സംസ്ഥാന സർക്കാരാണോ തുടങ്ങിയ വിഷയങ്ങൾ. അപ്പോൾ ഇങ്ങനെ വോട്ടർമാർക്കിടയിൽ ഭരണപരാജയത്തിൻ്റെ ഉത്തരവാദിത്വം ആം ആദ്മി പാർട്ടിക്കാണ് എന്ന പ്രതീതി ജനിപ്പിക്കാൻ BJPയുടെ ക്യാമ്പയിന് സാധിച്ചിട്ടുണ്ടോ പി ആർ സുനിൽ? അരുൺ, ആം ആദ്മി പാർട്ടിയുടെ ആദ്യത്തെ 5 വർഷക്കാലം മികച്ച ഭരണമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ ഭരണത്തിൻ്റെ അവസാന കാലത്ത് CAA വിരുദ്ധ പ്രക്ഷോഭവും ആം ആദ്മി പാർട്ടിക്ക് 2020 വലിയ വിജയം നേടാൻ സഹായിച്ചിട്ടുണ്ട്. ആദ്യത്തെ 5 വർഷക്കാലം നമുക്കറിയാം വിദ്യാഭ്യാസ മേഖലയിൽ ഇവിടുത്തെ സ്കൂളുകളൊക്കെ തന്നെ പണ്ട് ഒരു 10-15 വർഷം മുമ്പ് ദില്ലിയിലെ സ്കൂളുകൾ നോക്കിയാൽ ഈ തകര ഷീറ്റിലൊക്കെ പ്രവർത്തിക്കുന്ന സ്കൂളുകളായിരുന്നു. അതൊക്കെ മാറി ഒരു ഹൈടെക് സ്കൂളുകളായി ദില്ലിയിലെ വിദ്യാഭ്യാസ രംഗം ആം ആദ്മി പാർട്ടി മാറ്റിയിട്ടുണ്ട്. ആരോഗ്യരംഗത്ത് വലിയ തോതിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് വൈദ്യുതി, സൗജന്യ വൈദ്യുതി, അതുപോലെ തന്നെ കുടിവെള്ളം ലഭ്യമാക്കുക. കുടിവെള്ള പ്രശ്നം ദില്ലിയിൽ എല്ലാ കാലത്തുമുള്ള ഒരു പ്രതിസന്ധിയായിരുന്നു. പക്ഷേ ആം ആദ്മി പാർട്ടി വന്ന ശേഷം അതിലൊക്കെ തന്നെ വലിയ പരിഹാരമുണ്ടാക്കാൻ ആം ആദ്മി പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ 5 വർഷക്കാലം ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തനം ദില്ലിയിലെ പല മേഖലകളിലും വളരെ കുറഞ്ഞ നിലയിലാണ് ഉണ്ടായിരുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്തിന് ശേഷം വലിയ അഴിമതി കഥകൾ വരുന്നു. അരവിന്ദ് കെജ്രിവാൾ ജയിലിലേക്ക് പോകുന്നു. ഭരണത്തിൽ ശ്രദ്ധിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം കഴിഞ്ഞ 5 വർഷക്കാലം ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടായിരുന്നു. അത് തീർച്ചയായും ആം ആദ്മി പാർട്ടിയെ ഗുരുതരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംഭവിക്കുകയാണെങ്കിൽ ഇതൊരു ജനഹിത പരിശോധന എന്ന് തന്നെയാണ് കേജ്രിവാൾ പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി സ്ഥാനം അദ്ദേഹം രാജിവെക്കുകയും ചെയ്തത്. ജനം തെരഞ്ഞെടുക്കുകയാണെങ്കിൽ മാത്രം ഇനി അധികാരത്തിലേക്ക് എന്ന് പറയുന്നു. അങ്ങനെ വരുമ്പോൾ ഇനി ആപ്പിന്റെ ഭാവി, കേജ്രിവാളിന്റെ ഭാവി അതുകൂടി തുലാസിലാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന് കാണേണ്ട ഒരു പ്രതിഭാസമായിരുന്നു
പ്രതിഭാസമായിരുന്നു ആം ആദ്മി പാർട്ടി. ആ പ്രതിഭാസത്തിന് അന്ത്യമാകുമോ? തീർച്ചയായും ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിലെ പരാജയം ആം ആദ്മി പാർട്ടിക്ക് വീണ്ടും ആം ആദ്മി പാർട്ടി ഇതുപോലെ പരാജയപ്പെടുകയാണെങ്കിൽ തിരിച്ചു വരാൻ കഴിയുമോ എന്നത് വലിയ ചോദ്യമാണ്. ഇത് പഞ്ചാബിലും ഒരുപക്ഷെ ആവർത്തിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അപ്പോൾ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് ജീവൻ മരണ പോരാട്ടം തന്നെയായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചില്ല എങ്കിൽ പിന്നീട് ദില്ലിയിലേക്ക് തിരിച്ചു വരിക വലിയ ബുദ്ധിമുട്ടാകും എന്നൊക്കെ തന്നെയാണ് ആം ആദ്മി പാർട്ടി വിലയിരുത്തിയത്. ഏതായാലും ഈ എക്സിറ്റ് പോളുകൾ ശരിയാവുകയാണെങ്കിൽ തീർച്ചയായും അത് ദില്ലിയിൽ കോൺഗ്രസിൻ്റെ ഒരു പുതിയ ഉദയത്തിന് തുടക്കം കുറിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താൻ കഴിയും. തീർച്ചയായും കോൺഗ്രസ് അങ്ങനെ തന്നെ ഒരു രാഷ്ട്രീയ തീരുമാനം എടുത്തു തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോയത്. അപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ ഭാവി എന്നത് തീർച്ചയായും ഇനി കാത്തിരുന്ന് കാണണം എന്താകും എന്നത്. ഏതായാലും അരവിന്ദ് കെജ്രിവാൾ ഒക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഇതുപോലെയാണെങ്കിൽ വിജയിക്കുമോ എന്നതുപോലും ഇപ്പോൾ സംശയത്തിന്റെ സ്വന്തം മണ്ഡലത്തിൽ വിജയിക്കുമോ, നിലവിലുള്ള സിറ്റിംഗ് ചീഫ് മിനിസ്റ്റർ അതിഷി മർലേന സ്വന്തം മണ്ഡലത്തിൽ കൽക്കാജി മണ്ഡലത്തിൽ വിജയിക്കുമോ തുടങ്ങിയ ചോദ്യങ്ങളുമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റാറ്റിസ്റ്റിക്സ്, ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് മുമ്പ് നാഗ്ഡോർ എന്ന് പറയുന്ന ഒരു ഏജൻസി നടത്തിയ പഠനത്തിൽ ദളിത് വോട്ടുകൾ നേരത്തെ പറഞ്ഞ 17% വരുന്ന ദളിത് വോട്ടുകളിൽ 44% ആം ആദ്മി പാർട്ടിക്കൊപ്പം നിൽക്കുമ്പോൾ, ഓർമ്മിക്കണം, വെറും 12% പിറകിലാണ് BJP. എന്ന് പറഞ്ഞാൽ 32% ദളിത് വോട്ടുകൾ BJPയിലേക്ക് പോയേക്കാം 2020 അപേക്ഷിച്ച്. ഇതൊരു ദളിത് വോട്ടിലും OBC വോട്ടിലും അത് വളരെ നിർണായകമായ ഷിഫ്റ്റാണ് ഉണ്ടാവുക. അതിനകത്ത് യാതൊരു സംശയമില്ല. വളരെ പ്രധാനപ്പെട്ട കാര്യം സുനിൽ പറഞ്ഞത്, ഈ 2022 പഞ്ചാബിൽ അധികാരത്തിൽ വന്ന ആം ആദ്മി പാർട്ടി രണ്ടാമത്തെ ഒരു സ്റ്റേറ്റ് കൂടി പിടിക്കുന്നു, നാഷണൽ പാർട്ടി സ്റ്റാറ്റസ് കിട്ടുന്നവർക്ക് 2027 അവർ ഇനി തെരഞ്ഞെടുപ്പിലേക്ക് പോകും. അവിടെ ഒരു പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഡൽഹിയിൽ ഈ പറയുന്ന അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും പരാജയപ്പെടുകയാണെങ്കിൽ 2027 പഞ്ചാബ് സുരക്ഷിതമല്ല. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ, പഞ്ചാബിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരിക്കുകയാണ്. കാരണം പഞ്ചാബിൽ ഈ ഫ്രീ ബീസ് പ്രഖ്യാപിച്ചു. ഈ പറയുന്ന 300 യൂണിറ്റ് ആയിട്ടോ അവിടുത്തെ ഈ പറയുന്ന സൗജന്യ വൈദ്യുതി എന്ന് പറയുന്നത് 300 യൂണിറ്റ്സ് ആണ്. അവിടെ നമുക്കറിയാലോ അതൊരു കാർഷിക സംസ്ഥാനമാണ്. അവിടെ വൈദ്യുതിയും കുടിവെള്ളവും പിന്നെ ജലസേനത്തിനായുള്ള വെള്ളം, വൈദ്യുതി, ഇത് രണ്ടും കാർഷിക മേഖലയ്ക്ക് വളരെ അനിവാര്യമാണ്. അവിടെ അത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി ചെറുതല്ല. ഇവിടെ ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ ലഭിക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കേന്ദ്രഭരണ പ്രദേശമായതുകൊണ്ട് കേന്ദ്രത്തിൻ്റെ വലിയ അസിസ്റ്റൻസ് കിട്ടുന്നതിൻ്റെ ഒരു ഭാഗ്യം, അതിനൊരു പ്രിവിലേജ് ഡൽഹിയിലുണ്ട്. അത് പക്ഷേ പഞ്ചാബിലില്ല. നിങ്ങൾ എടുത്തു നോക്കിയാൽ രാജ്യത്തെ ഏറ്റവും ഡെപ്റ്റുള്ള സംസ്ഥാനങ്ങൾ 5 സംസ്ഥാനങ്ങളിൽ 1 പഞ്ചാബായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ തോറ്റാൽ 2027 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പഞ്ചാബിലും ആം ആദ്മി പാർട്ടി തോൽക്കും. ഡൽഹി ഡെങ്കൽ പോൾ ഓഫ് പോൾസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നിലവിൽ 9 ഏജൻസികളുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ അതിൽ 8 ഏജൻസികളും പ്രവചിക്കുന്നത് BJP ഡൽഹിയിൽ അധികാരത്തിലേക്ക് എന്നാണ്. ഏജൻസി മാത്രമല്ലേ ആം ആദ്മി പാർട്ടി? അതെ, ഇതിലിപ്പോ BJP തന്നെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ദില്ലിയിലെ ജനങ്ങൾക്ക് നന്ദി പറഞ്ഞിരിക്കുന്നു BJPയുടെ ദില്ലി പ്രസിഡന്റ് വീരേന്ദ്ര സച്ദേവ. ദില്ലി BJP അധ്യക്ഷൻ ഇപ്പോൾ ദില്ലിയിലെ വോട്ടർമാർക്ക് നന്ദി പ്രകടിപ്പിച്ചിരിക്കുന്നു. സുജയ, ആനന്ദിച്ചാട്ടെ, സന്തോഷിച്ചാട്ടെ എന്നാണ് ദില്ലിയിലെ ജനങ്ങളോട് പറയുന്നത്. ആം ആദ്മി പാർട്ടി പുറത്തോട്ട് പോകുന്നു എന്നാണ് പറയുന്നത്. ദില്ലിയിലെ ജനങ്ങൾക്ക് വേണ്ടത് അഴിമതി വിരുദ്ധ ഭരണമാണ് എന്ന് പറയുന്നു. ഇതിൽ എന്നെ കൺഫ്യൂസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം, എനിക്കൊന്ന് നോബലും ജോയിസും പിയാസുലും അവിടെയുണ്ട്. ഡൽഹിയിൽ വിവിധ ഏജൻസികൾ നടത്തിയ സർവേകളിൽ, പ്രീ പോൾ സർവേകളിൽ അവരുടെ പ്രധാനപ്പെട്ട വോട്ടിന്റെ വിഷയമായി അവർ പരിഗണിച്ചത് നമ്പർ 1 ഇൻഫ്ലേഷനാണ്, എന്ന് പറഞ്ഞാൽ വിലക്കയറ്റം. നമ്പർ 2 അൺഎംപ്ലോയ്മെന്റ് ആണ്. ഈ 2 വിഷയങ്ങളും ആം ആദ്മി പാർട്ടി കൊണ്ടുവന്നതല്ല. ഇത് കാരണം അവിടെ കേന്ദ്രഭരണ പ്രദേശം കൂടിയാണ്. പക്ഷേ എന്നിട്ടും ജനങ്ങൾ എന്തുകൊണ്ട് ആം ആദ്മി പാർട്ടിക്കെതിരായി വോട്ട് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യം. എന്നാലും നമുക്കൊപ്പം നോബൽ കൂടി ചേരുന്നുണ്ട്. നോബൽ ബാരിക്കാരൻ, നിലവിൽ വരുന്ന സൂചനകൾ പ്രകാരം 10 ഏജൻസികളുടെ സൂചനകളിൽ 8-2 എന്നിങ്ങനെയാണ് നിൽക്കുന്നത്. ഓൺ ആവറേജ് 45 സീറ്റുകൾ വരെ BJP നേടിയേക്കാം എന്നുള്ളതാണ് ആവറേജ് പോൾ ഓഫ് പോൾസിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. 30 മുതൽ 30 സീറ്റുകൾ വരെ പരമാവധി ആം ആദ്മി പാർട്ടി നേടിയേക്കാം എന്നുള്ളതാണ്. അതായത് 45 സീറ്റുകൾ വരെ നേടിയേക്കാം, 25 മുതൽ 30 സീറ്റുകൾ വരെ ആം ആദ്മി പാർട്ടി നേടിയേക്കാം എന്നതാണ് നിലവിലുള്ള പോൾ ഓഫ് പോൾസിന്റെ ആവറേജ് എടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലേ നോബൽ? പക്ഷേ ഇത് ഹരിയാനയിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പോലെ തിരിയാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് നോബൽ? BJP അധ്യക്ഷന്റെ സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞു നോബൽ. നോബൽ നമുക്കൊപ്പമുണ്ട്, ജോയിസ് ഡാനിയലുമുണ്ട്. ജോയിസ്, ഇപ്പോൾ BJP അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവയുടെ സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞു. ആം ആദ്മി പാർട്ടി ദില്ലിയിൽ നിന്ന് പുറത്തു പോകുന്നു. ദില്ലിയിലെ വോട്ടർമാർക്ക് നന്ദി പ്രകടിപ്പിച്ചിരിക്കുകയാണ്. അതേസമയം അരവിന്ദ് കെജ്രിവാളും അതിഷി മർലേനയും തെരഞ്ഞെടുപ്പിന്റെ ക്രമക്കേടുകളെ കുറിച്ച് പറയുന്നു. ആം ആദ്മി പാർട്ടിയുടെ ആത്മവിശ്വാസ കുറവും BJP സംസ്ഥാന അധ്യക്ഷന്റെ ആത്മവിശ്വാസ കൂടുതലും സൂചിപ്പിക്കുന്നത് എക്സിറ്റ് പോൾ ഫലങ്ങൾ എക്സാക്ട് പോൾ ആകുമെന്ന് തന്നെയല്ലേ നോബൽ?
അരുൺകുമാർ, ഏതായാലും BJP-യുടെ കോൺഫിഡൻസ് അത് ഇത്രയും ഉണ്ടാകുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. തുടക്കത്തിൽ ഒരു നെക്ക് ടു നെക്ക് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ പോകുമെന്നാണ് നമുക്ക് ഗ്രൗണ്ട് റിയാലിറ്റിയിൽ നമ്മൾ അന്വേഷിക്കുമ്പോൾ മനസ്സിലായിരുന്നത്. പക്ഷേ എക്സിറ്റ് പോൾ ഫലങ്ങൾ നമ്മളെ ഞെട്ടിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. ആ ഒരു കോൺഫിഡൻസ് തന്നെയാണ് ഇപ്പോൾ ദില്ലിയുടെ BJP പ്രസിഡന്റ് തന്നെ പറഞ്ഞിരിക്കുന്നത്. ദില്ലിയിലെ ജനങ്ങൾക്ക് നന്ദി എന്ന് ഈ ഒരു പോളിംഗ് കഴിഞ്ഞതിൻ്റെ അടുത്ത നിമിഷം അദ്ദേഹത്തിന് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം എത്രത്തോളം ഉണ്ട് എന്ന് പറയേണ്ടി വരും. അതേസമയം തന്നെയാണ് കഴിഞ്ഞ ദിവസം അരവിന്ദ് കെജ്രിവാളിന് ചോദിക്കുമ്പോൾ എത്ര സീറ്റ് ലഭിക്കും ചോദിക്കുമ്പോൾ അദ്ദേഹം ഇതിൽ കൂടുതൽ ആത്മവിശ്വാസത്തോടെ പറയുന്നു 55 സീറ്റ് ഞങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും, അത് സ്ത്രീകളുടെ വോട്ട് മതി ഞങ്ങൾക്ക് ജയിക്കാനെന്ന് വളരെ ആത്മവിശ്വാസത്തോടെ അരവിന്ദ് കെജ്രിവാൾ പറയുന്നു. അത് കേട്ടിട്ടാണ് നമ്മൾ വരുന്നത്. അപ്പോഴാണ് ഇവിടെ കാര്യങ്ങളെല്ലാം തലേ ദിവസം കേജ്രിവാൾ പറയുകയും ചെയ്തിരുന്നല്ലോ ജോയ്സ്. ഇപ്പോൾ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുന്ന സമയത്ത് ആം ആദ്മി പാർട്ടിയുടെ പ്രതികരണം വരുന്നുണ്ടോ? ഇല്ല, നിലവിൽ അവരാരും പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല എന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. മാത്രമല്ല എക്സിറ്റ് പോൾ ഫലങ്ങളെ പറ്റിയിട്ട് കോൺഗ്രസിന്റെ ആരും ഇന്ന് ചാനൽ ചർച്ചകളും സംസാരിക്കാൻ വരില്ല എന്ന് നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും BJP-യുടെ പ്രതികരണം മാത്രമാണ് വരുന്നത്. BJP ക്യാമ്പിൽ വലിയ ആത്മവിശ്വാസം, പ്രത്യേകിച്ചും എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നതോടുകൂടി അവർ വിജയം 100% ഉറപ്പിച്ചിരിക്കുന്നു എന്ന് കരുതേണ്ടി വരും. അതുതന്നെയാണ് BJP-യുടെ പ്രസിഡന്റായിരിക്കുന്ന വീരേന്ദ്ര സച്ദേവ് തന്നെ പറഞ്ഞിരിക്കുന്നത്. ദില്ലിയിലെ ജനങ്ങൾക്ക് നന്ദി, ദില്ലിയിലെ ജനങ്ങൾക്ക് ഇപ്പോഴേ നന്ദി പറയുന്നു. കാരണം അരവിന്ദ് കെജ്രിവാൾ സർക്കാർ പുറത്തേക്ക് പോവുകയാണ്, ഇവിടെ വരാൻ പോകുന്നത് BJP സർക്കാരാണ്. കൃത്യമായ BJP-യുടെ തന്ത്രങ്ങൾ തന്നെയാണെന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. ഒപ്പം യോഗിയുടെ യോഗങ്ങളുണ്ട് ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പോലും വലിയൊരു ആവേശം BJP ക്യാമ്പിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ചും ആം ആദ്മി പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ തന്നെ പോയി യോഗി ആദിത്യനാഥ് അത്തരത്തിൽ സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ അവിടെ BJP-യുടെ ഒരു പ്രകടമായ ശക്തി കാണാൻ കഴിഞ്ഞിരിക്കുന്നു. അതൊക്കെ തന്നെ കാര്യങ്ങൾ മാറ്റിമറിച്ചു എന്ന് പറയണം. ഇനിയിപ്പോൾ കള്ളവോട്ടുകളുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി സച്ദേവ് പറയുന്നുണ്ട്. ആരെങ്കിലും ഒക്കെ തന്നെ വ്യാജ വോട്ടുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി പിടിക്കപ്പെടും. അത് ഞങ്ങൾ തുടക്കം മുതൽ പറയുന്ന കാര്യങ്ങളാണ്, അതിൽ മാറ്റമില്ല എന്നുകൂടിയാണ് വീരേന്ദ്ര സച്ദേവ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ വലിയൊരു ആത്മവിശ്വാസമാണ് ഇപ്പോൾ BJP ക്യാമ്പിൽ കാണാൻ കഴിയുന്നത്. കാം കി രാജനീതി എന്നാണ് അരവിന്ദ് കെജ്രിവാൾ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് വോട്ടർമാരോട് പറഞ്ഞത്. ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ വോട്ട് ചെയ്യാൻ പോകുന്നത് ഈ രാജനീതിക്ക് വേണ്ടിയായിരിക്കുമെന്ന് പറയുന്നു. അതേസമയം ശീഷമാഹൽ ഉയർത്തിക്കൊണ്ടുവന്ന് 2013 ആം ആദ്മി പാർട്ടിയുടെ അഴിമതി വിരുദ്ധ പ്രതിച്ഛായയെ തല്ലി ഉടയ്ക്കുകയാണ് BJP ചെയ്തത്. പക്ഷേ BJP-യുടെ തുടക്കത്തിലുള്ള പ്രചരണം ഫലം കാണുന്നില്ലെന്ന് മനസ്സിലാക്കുന്നു. BJP അവരുടെ പ്രചരണത്തിന് ഗിയർ മാറ്റുന്നു, നേരെ യമുനയിലേക്ക് പോകുന്നു, ഭരണത്തിലെ പരാജയത്തെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കുന്നു. യമുന വിഷം കലർത്തുന്നത് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി BJP-യുടെ വണ്ടി കൃത്യമായ ദിശയിലേക്ക് ഓടിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ നോക്കായിരുന്നു, അതായത് 2014, 2015 അല്ല 2015, 2020 ഈ 2 നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും ആം ആദ്മി പാർട്ടിയുടെ വോട്ട് പെർസെന്റേജ് എന്ന് പറയുന്നത് എക്സാക്ട് 54%. 54% അവർക്ക് വോട്ട് പെർസെന്റ് ആയിട്ടുള്ള 2020 നോക്കൂ. അതിന് തൊട്ട് മുമ്പ്, അതായത് 2013 ഹർഷവർദ്ധൻ നേരിയ ലീഡ് നേടുന്ന സമയത്ത്, ആദ്യം ആം ആദ്മി പാർട്ടി മത്സരിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നത് 29%. അല്ല, അത് എമർജ് ചെയ്യുന്നേ ഉള്ളൂ. എമർജ് ചെയ്ത സമയത്ത് 27 സീറ്റ് നേടി. അപ്പോഴുണ്ട്. ഇത് മാത്രമല്ല, അന്ന് സർക്കാർ ഉണ്ടാക്കി, കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി സർക്കാർ ഉണ്ടാക്കി, 49 ദിവസം സർക്കാർ ഉണ്ടാക്കി. പറ്റാത്തതുകൊണ്ടാണ് ഇറങ്ങിയത്. ആ 29 നിന്നാണ് 54-ലേക്ക് അവർ വന്നത്. അടുത്ത അതായത് 2013 അധികാരത്തിൽ വരുമ്പോൾ 29% ആയിരുന്നുവെങ്കിൽ 2015 2 വർഷം കൊണ്ട് അവർ 54% അവരുടെ വളർച്ച. എന്നാൽ 5 വർഷത്തിന് ശേഷം വീണ്ടും 54% തന്നെയാണ് അവർ ഉള്ളത് എന്നുള്ളതുകൊണ്ട് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പം ഞാൻ ഈ പറയുന്നത് 2000 ഇല്ല, പക്ഷെ അപ്പോഴും അവർക്ക് സീറ്റ് കുറഞ്ഞു. കാരണം വെച്ചാൽ ആദ്യം 2015 67 സീറ്റുമായിട്ട് അധികാരത്തിൽ വരുന്നു. 2020 അത് 62 സീറ്റായിട്ട് കുറയുന്നു. 5 സീറ്റിന്റെ കുറവ് വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ നോക്കൂ, ഇപ്പം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടിയ എത്രയാണെന്നറിയോ? അവർക്ക് കിട്ടിയത് 29% വോട്ടാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 24%. അപ്പൊ BJP എത്ര കിട്ടിയെന്നറിയോ? 54%. നേരെ തിരിഞ്ഞു. BJP, ഇവിടെ ആം ആദ്മി. അതെ, പക്ഷെ പ്രശ്നം എന്താ അറിയോ? കേന്ദ്രത്തിൽ BJP 7 സീറ്റുകളും തൂത്തുവാരുമ്പം BJPയും ആം ആദ്മി പാർട്ടിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 30%. 30% വ്യത്യാസമുണ്ട്. നോക്കിയേ, 24% ആം ആദ്മി പാർട്ടിക്ക് കിട്ടിയത്, 54% BJP കിട്ടിയത്. പോൾ ഓഫ് പോൾസിന്റെ അഗ്രിഗേറ്റ് പെർസെന്റേജ് നമ്മൾ എടുത്ത് നോക്കിയാൽ വോട്ടിംഗ് പെർസെന്റേജ് വന്നിട്ടുണ്ട്. അത് BJPക്ക് 45.5 എന്ന് പറയുന്ന പോൾ ഓഫ് പോൾസ്. ആം ആദ്മി പാർട്ടിയുടേത് താഴേക്ക് ഇറങ്ങി 43.7. കോൺഗ്രസിന് 8
ശതമാനമായി ഉയർന്നു. 4%, 8%. അല്ല, പക്ഷേ ഇതിനകത്ത് 4% വർധനവേ കോൺഗ്രസ് ഉണ്ടാക്കിയിട്ടുള്ളൂവെങ്കിലും ചുരുങ്ങിയത് 20-25 സീറ്റുകളിൽ കോൺഗ്രസ് ഡാമേജ് ചെയ്യും. കാരണം വെച്ചാൽ ഇത് ഹരിയാനയ്ക്കുള്ള മറുപടിയാണ്. നോക്കൂ, ഹരിയാനയിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടായത്? അവിടെ ആം ആദ്മി പാർട്ടി 3 മുതൽ 4% വരെ വോട്ട് പിടിച്ചു. 3-4% വോട്ട് ആം ആദ്മി പാർട്ടി പിടിക്കുമ്പോൾ ഒറ്റയടിക്ക് 7 സീറ്റിന്റെ 8 സീറ്റിന്റെ വ്യത്യാസമേ ഉള്ളൂ അവിടെ യഥാർത്ഥത്തിൽ. പക്ഷേ ആ സംസ്ഥാനം പോകുന്നതിന്റെ യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് ആം ആദ്മി പാർട്ടിയാണ് അവിടെ ഡാമേജ് ചെയ്തത്. തിരിച്ച് കോൺഗ്രസ് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയെ ഡാമേജ് ചെയ്തിരിക്കുന്നു. രണ്ടിടത്തും അഡ്വാൻറ്റേജ് കിട്ടുകാർക്കാണ്, BJP-ക്കാണ്. ആം ആദ്മി പാർട്ടി എക്സിറ്റ് പോൾ ഫലങ്ങൾ തള്ളിയിരിക്കുന്നു. എക്സിറ്റ് പോൾ ഫലങ്ങൾ തള്ളി. എക്സിറ്റ് പോളിന് യാഥാർത്ഥ്യവുമായി ബന്ധമില്ല എന്നാണ് ആം ആദ്മി പാർട്ടി പറഞ്ഞിരിക്കുന്നത്. നോബൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. നോബൽ, ഇപ്പോൾ ആപ്പിന്റെ പ്രതികരണം വരുമ്പോൾ ഏത് നേതാവിന്റെ പ്രതികരണമാണ് വരുന്നത്? കേജ്രിവാളിന്റെ പ്രതികരണം തന്നെയാണോ? പ്രതി ആം ആദ്മി പാർട്ടിയുടെ പ്രതികരണമായാണ് ഇപ്പോൾ പ്രതികരണം പുറത്തേക്ക് വന്നിരിക്കുന്നത്. എക്സിറ്റ് പോളുകളെ പൂർണ്ണമായും ആം ആദ്മി പാർട്ടി ഈ ഘട്ടത്തിൽ തള്ളി പറയുന്നു. എക്സിറ്റ് പോളുകൾ എക്സാക്ട് പോൾ അല്ല എന്നാണ് ആം ആദ്മിയുടെ ഒരു വിശദീകരണം. പക്ഷേ ആം ആദ്മിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ കാര്യങ്ങൾ ഒന്നും ആദ്യഘട്ടം മുതൽ തന്നെ ശുഭകരമായിരുന്നില്ല എന്ന് എടുത്തു പറയണം. കാരണം ജനങ്ങൾ നേരിട്ട് ബാധിക്കുന്ന നിരവധി വിഷയങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ കോൺഗ്രസും BJP-യും ആം ആദ്മിക്കെതിരെ നിരന്തരം ആയുധമായി ഉന്നയിച്ചത്. പ്രത്യേകിച്ച് ദില്ലിയിൽ ഈ കഴിഞ്ഞ കുറേ നാളുകളായി ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് രാവിലെ ആളുകൾ പൈപ്പ് തുറക്കുമ്പോൾ വന്നുകൊണ്ടിരുന്നത് മലിനമായ ജലം ആയിരുന്നു എന്നുള്ളതാണ്. നേരിട്ട് ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്. അത് മാത്രമല്ല, യമുനയിലെ മലിനീകരണം നേരിട്ട് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇത്തരത്തിൽ അതോടൊപ്പം തന്നെ അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള ആളുകൾ മദ്യനയ അഴിമതി അടക്കമുള്ള വിഷയങ്ങളിൽ ജയിലിൽ പോകുന്നു. രാഷ്ട്രീയ വേട്ടയാടൽ എന്നൊക്കെ പറയുമ്പോഴും അതിനപ്പുറം അതിൽ ഒരു സത്യമുണ്ട് എന്ന് ജനങ്ങൾ ഒരു പരിധിവരെയെങ്കിലും വിശ്വസിച്ചിരുന്നു എന്ന യാഥാർത്ഥ്യമാണ്. അതിനു പിന്നാലെയാണ് കോൺഗ്രസ് ഇതിൻ്റെ അകത്ത് വലിയ തരത്തിൽ ആം ആദ്മി പാർട്ടിയെ കടന്ന് ആക്രമിച്ചുകൊണ്ടുള്ള പ്രചരണം എന്താണെങ്കിൽ നടത്തിയത്. രാഹുൽ ഗാന്ധിയുടെ ആദ്യ റാലിയിൽ ഒരു പക്ഷേ ആരും പ്രതീക്ഷിക്കാത്ത ഒരു പ്രചരണമാണ് രാഹുൽ ഗാന്ധി നടത്തിയത് എന്ന് വേണം പറയാൻ. കാരണം BJP ഉയർത്തിയ ആരോപണങ്ങളെ അതേപടി തന്നെ കോൺഗ്രസ് എടുത്ത് അരവിന്ദ് കെജ്രിവാളിനെതിരെ രൂക്ഷമായ ഭാഷയിൽ തന്നെ ഉന്നയിക്കുന്ന കാഴ്ചയാണ് ഔദ്യോഗിക വസതി മോടി പിടിപ്പിച്ച. നോബൽ, രാജ്യത്തെ ഏറ്റവും വലിയ അഴിമതി കേസാണ് മദ്യനയ അഴിമതി കേസ്. ഇതേ മദ്യനയ അഴിമതി കേസിൽ സഞ്ജയ് സിംഗ് അറസ്റ്റിലായപ്പോൾ സഞ്ജയ് സിംഗിന്റെ വീട്ടിലേക്ക് ആദ്യം ഓടിയെത്തിയ നേതാവ് രാഹുൽ ഗാന്ധി ആയിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിലേക്ക് എത്തിയപ്പോൾ നമ്മളൊന്നും പ്രതീക്ഷിക്കാത്തൊരു ആക്രമണം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ആം ആദ്മി പാർട്ടിക്കെതിരെ ഉണ്ടായി എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോൺഗ്രസ് കൃത്യമായി തന്നെ കണക്കുകൂട്ടിയിരുന്നു. കാരണം ഇപ്പോൾ എക്സിറ്റ് പോളുകളിൽ പോലും കോൺഗ്രസിൽ ഒരു സീറ്റ് പ്രവചിക്കുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥി പോലും കെട്ടിവെച്ച കാശ് പോലും മേടിക്കാത്ത പാർട്ടിയായി കോൺഗ്രസ് അവശേഷിച്ച ഒരു കാലഘട്ടം കൂടി ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഒരു സീറ്റെങ്കിലും ലഭിക്കുമെന്ന എക്സിറ്റ് പോളിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. സ്വാഭാവികമായും എല്ലാ മണ്ഡലങ്ങളിലും കോൺഗ്രസ്, പ്രത്യേകിച്ച് ന്യൂനപക്ഷ കേന്ദ്രങ്ങളിൽ കോൺഗ്രസ് കൃത്യമായി പ്രൊജക്ട് ചെയ്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടിരിക്കുന്നത്. ന്യൂനപക്ഷ കേന്ദ്രങ്ങളിലൊക്കെ ഇന്ന് വലിയ പോളിംഗ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ഈ ദില്ലിയിൽ കലാപമുണ്ടായ സമയത്ത് കോടതി പറഞ്ഞപ്പോഴാണ് അരവിന്ദ് കെജ്രിവാൾ ഈ സ്ഥലങ്ങളിൽ സന്ദർശിക്കാൻ പോയതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ വീടുകളിൽ എത്തിക്കാൻ പാർട്ടി ശ്രമിച്ചു എന്നതും പ്രധാനപ്പെട്ടതാണ്. കാരണം കഴിഞ്ഞ തവണ 2019 ആ തെരഞ്ഞെടുപ്പിൽ BJP-ക്കെതിരെ വോട്ട് ചെയ്യാൻ ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ആം ആദ്മി മാത്രമായിരുന്നു. കോൺഗ്രസിൽ വിശ്വാസം അവർക്കില്ലായിരുന്നു. സ്വാഭാവികമായി ന്യൂനപക്ഷ വോട്ടുകൾ കൃത്യമായി തന്നെ ആ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി ലഭിക്കുകയും ചെയ്തു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അത്തരത്തിലുള്ള സാഹചര്യമില്ല. ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസിലേക്ക് മടങ്ങിപ്പോയിട്ടുണ്ട് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട എല്ലാ മേഖലകളിലും കോൺഗ്രസ് സജീവമായി തന്നെ കടന്ന് ആക്രമിച്ചു. അതുകൊണ്ട് തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ പല ഘട്ടങ്ങളിലും കോൺഗ്രസ് BJP-യുടെ B ടീമായി അല്ലെങ്കിൽ BJP-ക്ക് ഒപ്പം നിന്നാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നാണ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ആം ആദ്മിക്ക് പാളിച്ചകൾ ഉണ്ടായി എന്നുകൂടി നമ്മൾ എടുത്തു പറയണം. അതിലേറ്റവും വലിയ പാളിച്ച ഉണ്ടായത് യമുന നദിയിൽ ഹരിയാന സർക്കാർ വിഷം കലർത്തുന്നു എന്നുള്ളതാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് അതിൻ്റെ അകത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്നാണ് ഉണ്ടായത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദിച്ചു എന്താണ് തെളിവ് കൊണ്ടുവരാൻ പറഞ്ഞു. ഒരു തെളിവ് കൊടുക്കാൻ അരവിന്ദ് കെജ്രിവാളിന് കഴിഞ്ഞില്ല. അത് മാത്രമല്ല ആ സമയം വെള്ളവുമായി പോയി. പക്ഷേ ആ തെളിവ് ഒരു സർക്കാരാണ്. പക്ഷേ അത് അംഗീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സാമാന്യമായി ചിന്തിക്കുന്ന ആൾക്കോ കഴിയാത്തതായിരുന്നു എന്ന യാഥാർത്ഥ്യമാണ്. കാരണം ഇവർ പറഞ്ഞ പല വാഗ്ദാനങ്ങളും അതിലേറ്റവും പ്രധാനപ്പെട്ടത് യമുനയെ ശുചീകരിച്ച് നന്നായി കൊടുക്കും എന്നുള്ളതായിരുന്നു. അത് കഴിഞ്ഞില്ല. പക്ഷേ ഇത്തരത്തിൽ ഹരിയാന സർക്കാർ വിഷം കലർത്തുന്നു എന്ന ഒരു പടി കടന്നുള്ളൊരു ആക്രമണമായി പോയി. ആ ആക്രമണം വലിയ തരത്തിൽ തിരിച്ചടിയായി. പ്രത്യേകിച്ച് അത് മോദി പിന്നീട് എടുത്ത് വലിയ ആക്രമണം അദ്ദേഹത്തിൻ്റെ റാലിയിൽ നടത്തി. അത് മാത്രമല്ല, നയാബ് സിംഗ് സൈനി അടക്കമുള്ള ആളുകൾ ഹരിയാനയിൽ യമുന നദിയിൽ എത്തിക്കൊണ്ട് അവിടെ സ്നാനമല്ല അവിടെ അവർ പ്രാർത്ഥന അടക്കം നടത്തിക്കൊണ്ട് അത്തരത്തിലുള്ള പ്രചരണം നടത്തി. എന്താണെങ്കിലും ആ മേഖലകളിലൊക്കെ വലിയ തരത്തിൽ അത് തിരിച്ചടിയായി എന്നത് യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം തന്നെ ഹരിയാനയിൽ നിന്ന് കഴിഞ്ഞ തവണ വലിയ തെരഞ്ഞെടുപ്പ് വിജയം ഹരിയാനയിൽ BJP-ക്ക് ഉണ്ടായതാണ്. അതിൻ്റെ ഒരു അലയൊലി BJP
മിക്ക ഭാഗത്തു നിന്ന് പ്രത്യേകിച്ച് ഈ ദില്ലിയുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളിലൊക്കെ BJPക്ക് ഉണ്ടായി എന്നും പ്രധാനപ്പെട്ടതാണ്. എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ ആം ആദ്മിക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഈ എക്സിറ്റ് പോളുകൾ ഫലങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നത്. എന്താണെങ്കിലും നിലവിൽ ആം ആദ്മിയുടെ മുന്നോട്ട് നിലനിൽപ്പിനെ തന്നെ ഇത് ബാധിക്കും. പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെയുള്ള കാസ്റ്റ് വൈസ് ഇക്വേഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 17% SC വോട്ടുകൾ, ആ SC വോട്ടുകളിൽ ഒരു നിശ്ചിത ശതമാനം കോൺഗ്രസ് പിടിച്ചിട്ടുണ്ട്. അതായത് കോൺഗ്രസ് 33 മണ്ഡലങ്ങളിലുണ്ട്. അതായത് എത്ര മണ്ഡലങ്ങൾ? 33 മണ്ഡലങ്ങളിലുണ്ട്. അതിൽ 12 മണ്ഡലങ്ങൾ SC റിസർവ്ഡ് കോൺസ്റ്റിറ്റ്യുവൻസികളാണ്. മൊത്തം 17%. ആ 17%-ൽ ഒരു 2-3% വോട്ട് മാറിയാൽ പോലും BJPക്ക് അത് ഗുണകരമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ SC മണ്ഡലങ്ങളിലുള്ള ആം ആദ്മി പാർട്ടിയുടെ പ്രമാദിത്വത്തിൽ കുറവുണ്ടാവുന്നു. മാത്രമല്ല പിന്തുണച്ച മുസ്ലിം വോട്ടിന്റെ കാര്യത്തിൽ മുസ്ലിം വോട്ടുകൾ വന്നാൽ 13% മുസ്ലിം വോട്ടുകൾ. ബ്രാഹ്മൺ വോട്ടുകൾ അതിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് പറഞ്ഞാൽ 10% എപ്പോഴും BJPക്കൊപ്പം മുന്നാക്ക വോട്ടുകൾ നമ്മൾ മുന്നാക്ക വോട്ടുകൾ ജാട്ടിൽ 8%. അല്ല, അത് OBC ആണ്. അല്ലല്ല, ജാട്ടിൽ 8%, ബ്രാഹ്മിൻസ് 10%. അല്ല, ഞാൻ പറയുന്നത് ബ്രാഹ്മിൻസ്, ഈ പറയുന്ന വൈശ്യര്, ഈ പിന്നെ എന്താ പഞ്ചാബ് ഖത്രീസ് എന്ന് പറയുന്ന ഉത്തരാഖണ്ഡി, അതേപോലെ അങ്ങനെയൊക്കെയുള്ള വിഭാഗങ്ങളെല്ലാം കൂടി ചേർത്താൽ 37% ആണ് അവിടുത്തെ ഈ മുന്നാക്ക വിഭാഗങ്ങൾ എന്ന് പറയുന്നത്. 30% OBC എന്ന് പറയുന്നത്, 16% പിന്നെ SC ST എന്ന് പറയുന്നത്, ദളിത് എന്ന് പറയുന്നത്. അപ്പം 46% പിന്നാക്ക ദളിത് വോട്ടുകളാണ്. ഇതിൽ 8% ജാട്ട് വോട്ടുകളും ഇത്തവണ നിർണായകമായി. 8% ജാട്ട് വോട്ടുകളിൽ ബഹുഭൂരിപക്ഷവും പോയിരുന്നത് ആം ആദ്മി പാർട്ടിയുടെ പോക്കറ്റിലേക്കായിരുന്നു. പക്ഷേ എന്നാൽ ഇത്തവണ നോക്കൂ, ഇത്തവണ ഹരിയാന ഒരു തെരഞ്ഞെടുപ്പ് വിഷയമാക്കുന്നു. അമിത്ഷാ ഒടുവിൽ പറഞ്ഞ വാചകം എന്താ? സൺ ഓഫ് ഹരിയാന എന്ന് പറഞ്ഞ അരവിന്ദ് കെജ്രിവാൾ ഇന്ന് ഹരിയാനയ്ക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് എന്നൊരു സ്റ്റേറ്റ്മെന്റ്. അപ്പം അത് യമുനയിൽ വിഷം കലർത്തിയത് ഹരിയാനയാണ് എന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഈ 8% വരുന്ന ജാട്ട് സമൂഹത്തെ ആം ആദ്മി പാർട്ടിയുടെ ഫോൾഡിൽ നിന്ന് അകറ്റിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ജാതി തിരിച്ച് സമുദായം തിരിച്ച് നമ്മൾ പറഞ്ഞാൽ ബ്രാഹ്മണിന് 10% വോട്ട്, ജാട്ട് വിഭാഗം 8%, വൈശ്യ 8%, ഉത്തരാഖണ്ഡ് 6%, ഗുർജാർ 3%, യാദവ് 2%, രജപുത്ത്. ഈ യാദവ് രജപുത്തൊക്കെ വളരെ നോമിനലാണ്. മൊത്തം കൂടി വന്നാൽ 3% മാത്രമേ യാദവും രജപുത്തും ഉള്ളൂ. എന്നാൽ മൊത്തത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരം അവിടെ സൃഷ്ടിക്കുന്നതിൽ BJPക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ കോൺഗ്രസ് 4% വളർച്ചയെ കാണിക്കുന്നുള്ളൂവെങ്കിൽ പോലും അതൊരു സ്പോയിലറായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. ഈ നോബിൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഡൽഹിക്കാരായിട്ടുള്ള ആളുകൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് അവർ രാവിലെ പൈപ്പ് തുറക്കുമ്പോൾ വരുന്നത് മലിനജലമാണ് എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ അത് അവരുടെ ഒരു ഡയറക്റ്റ് ലൈഫ് ഇമ്പാക്റ്റാണ്. നേരിട്ട് ജീവിതത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണല്ലോ. നിങ്ങൾ രാവിലെ പോയിട്ട് ടാപ്പ് തുറക്കുമ്പോൾ മലിനജലം വരുന്നു എന്നുള്ളത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ അവർ ആൻറ്റി ഗവൺമെൻറ് ആവും. അങ്ങനെ ആൻറ്റി ഗവൺമെൻറ് ആയാൽ ഈ പറയുന്ന അഴിമതി ആരോപണം നിലനിൽക്കുന്നേ. ഇവരൊക്കെ ഈ പറയുന്ന നമുക്ക് ശുദ്ധജലവും ഇല്ല, ശുദ്ധവായുവും ഇല്ല, ഇവനൊക്കെ കാശ് അടിച്ചു മാറ്റുന്നൊരു പരിപാടിയാണെന്നുള്ള അപ്പോഴതങ്ങിട്ട് എടുക്കും. അതാണ് ഞാൻ പറഞ്ഞത്. ഈ അഴിമതി ആരോപണം, എക്സൈസ് പോളിസിയുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണം വലിയ രീതിയിൽ ആളുകളെ സ്വാധീനിക്കുമെന്ന് ചോദിച്ചാൽ ഒരു പരിധിയോളം സ്വാധീനിക്കും. കാരണം അവരുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട അവരൊരു ആൻറ്റി ഗവൺമെൻറ് പോസ്റ്ററിലേക്ക് വന്നാൽ നാച്ചുറലി മറ്റീ പറയുന്ന ആരോപണങ്ങൾക്കൊക്കെ എന്തോ സത്യമുണ്ട് എന്ന് തോന്നുന്നൊരവസ്ഥയുണ്ടാവും. അത് ടോട്ടലായിട്ട് ഒരു ആൻറ്റി ഗവൺമെൻറ് അല്ലെങ്കിൽ ആൻറ്റി ആം ആദ്മി അഡ്രസ് ചെയ്തുകൊണ്ടാണ് ഭരണത്തിലേറിയത്. അതിൽ പെടുവരുമ്പോൾ അവർ ക്ഷമിക്കില്ലെന്നേ. 10 കിലോ ലിറ്റർ ആണ് അവിടെ സൗജന്യ വെള്ളം, ഡ്രിങ്കിംഗ് വാട്ടർ ആം ആദ്മി പാർട്ടി കൊടുക്കുന്നത്. 2013 ഈ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇലക്ട്രിസിറ്റിയുടെ ഫീസ് നമുക്കറിയാം, സ്കൂളിലെ ഫീസ് അറിയാം, മൊഹല്ല ക്ലിനിക്കുകൾ ഇല്ലാത്തതുകൊണ്ട് ചികിത്സാ സംവിധാനങ്ങളുടെ ഫീസ് നമുക്കറിയാം. 1998 BJPയുടെ ഭരണം അവസാനിക്കുന്നത്. മദൻലാൽ ഖുറാനയും ഏറ്റവും ഒടുവിൽ സുഷമ സ്വരാജ് വരെ സാഹിബ് സിംഗ് വർമ്മയും ഒടുവിൽ സുഷമ സ്വരാജ് കുറച്ചു കാലം. അപ്പോൾ ഈ BJPയുടെ കാലത്തും ഉണ്ടായിരുന്നതിനേക്കാൾ വലിയ ഭാരിച്ച ചെലവല്ല ഡൽഹിക്കാർക്ക് ഇപ്പോഴുള്ളത്. പക്ഷേ ഡൽഹി കമ്പയർ ചെയ്യുന്നത് എങ്ങനെയാ? ഒന്നാം അരവിന്ദ് കെജ്രിവാളിൻ്റെ സർക്കാരും രണ്ടാം അരവിന്ദ് കെജ്രിവാളിൻ്റെ സർക്കാരും എന്ന കമ്പാരിസണിൽ രണ്ടാം അരവിന്ദ് കെജ്രിവാളിൻ്റെ സർക്കാരിന് ആൻറ്റി ഇൻകുംബൻസി ഉണ്ട് ഒന്നാം കെജ്രിവാളിൻ്റെ സർക്കാരിനെ അപേക്ഷിച്ച്. പക്ഷേ ഷീലാ ദീക്ഷിതാണ് മികച്ചതെന്ന് ആർക്കും അഭിപ്രായമില്ല. കാര്യം അതുകൊണ്ടാണ് കേവലം 4% മാത്രം കോൺഗ്രസ് ഉയരുന്നത്. മാത്രവുമല്ല 98 സുഷമാ സ്വരാജിൻ്റെയോ മദൻലാൽ ഖുറാനയുടെയോ സർക്കാരിനെ കുറിച്ച് അവിടുത്തെ വോട്ടർമാർക്ക് ഒരു ബോധ്യവും ഇപ്പോഴില്ല, ഓർമ്മയില്ല. കാരണം എന്താ? ഇവിടുത്തെ വോട്ടർമാരിൽ മീൻ ഏജ് എന്ന് പറയുന്നത് 33%, 33 വയസ്സും 40 വയസ്സുമാണ്. അവരന്ന് വോട്ടർമാരല്ല, അന്ന് അവർക്ക് 13 വയസ്സേ ഉള്ളൂ. അപ്പോൾ അന്നത്തെ മദൻലാൽ ഖുറാനയുടെയും സുഷമാ സ്വരാജിൻ്റെയും സർക്കാരിനെ കണ്ടുകൊണ്ടല്ല BJPക്ക് വോട്ട് ചെയ്യുന്നത്. പകരം ഒന്നാം അരവിന്ദ് കെജ്രിവാളിൻ്റെ സർക്കാരിനെ അപേക്ഷിച്ച് രണ്ടാം അരവിന്ദ് കെജ്രിവാളിൻ്റെ സർക്കാർ മോശമായിരുന്നു. അവിടെ ഒരു കാരണമുണ്ട്. ആ കാരണം എന്താണ്? രണ്ടാം സർക്കാർ അരവിന്ദ് കെജ്രിവാളിൻ്റെ സർക്കാർ, മനീഷ് സിസോദിയ ഈ സർക്കാർ വന്ന നിമിഷം തന്നെ അകത്തു പോയില്ലേ ഈ ഡൽഹി മദ്യനയ അഴിമതി കേസ് വരുന്ന സമയത്ത്? അതിനെ പ്രതിരോധിക്കാനായിരുന്നു ഏറിയ സമയവും അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയുടെ സംഘടനാ സംവിധാനം ഉപയോഗിച്ചത്. ഭരണകാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ അരവിന്ദ് കെജ്രിവാളിനോ ആം ആദ്മി പാർട്ടിക്കോ BJP സമയം കൊടുത്തില്ല. എന്ന് പറഞ്ഞാൽ നിലം തൊടാൻ അവസരം കൊടുത്തിട്ടില്ല.
അരവിന്ദ് കെജ്രിവാളിന്. അതാണ് രണ്ടാം സർക്കാരിന് ആം ആദ്മി പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് എന്നാണ് ആം ആദ്മി പാർട്ടിയുടെ വാദം. നിലവിൽ നമുക്ക് റെസ്പോൺസ് വന്നിരിക്കുന്നതനുസരിച്ച് ആം ആദ്മി പാർട്ടി ഇത് തള്ളിക്കളയുന്നു, കോൺഗ്രസ് തള്ളിക്കളയുന്നു. BJP മാത്രമാണ് നിലവിലുള്ള 10 എക്സിറ്റ് പോൾ ഫലങ്ങളിൽ 8 എക്സിറ്റ് പോൾ ഫലങ്ങളും ഇപ്പോൾ സ്വീകരിക്കുന്നത്.